अस्सलामु अलैकुम। अल्हम्दुलिल्लाहि रब्बिल आलमीन, अस्सलातु वस्सलामु अला रसूलिहिल अमीन व अला आलिहि व सहबिहि अजमाइन। इन उरीदु लिल इस्लाह मस्ततअतु व मा तौफीक़ी इल्ला बिल्लाह अलैहि तवक्कलतु व इलैहि उनीब। रब्बि इश्रह लि सदरी व यस्सिर लि अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनू क़ू अन्फुसकुम व अहलीकुम नारा वक़ूदुहा अन्नासु वल हिजारा अलैहा मलाइकतुन ग़िलाज़ुन शिदादुन ला यअसूना अल्लाह मा अमरहुम व यफ़अलूना मा युअमरून। സല്ലല്ലാഹു അലൈഹി. ബഹുമാന്യനായ മസ്ജിദുർ റഹ്മ കൂട്ടായ്മയുടെ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നുകൂടെ സലാം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പടച്ച തമ്പുരാന്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഈ ഒത്തുചേരൽ പടച്ച തമ്പുരാൻ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ രാവിലെ 9 മണി തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാണ് അല്ലേ? എന്താ എൻ്റെ മലയാളം അറിയണില്ലേ? 9 മണി തൊട്ട് ഇരിക്കാൻ തുടങ്ങിയല്ലേ? അതെ. പ്രസംഗം കേട്ട് എല്ലാവരും അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. ആയതുകൊണ്ടാണ് ഞാനിനി വേറെ പ്രസംഗം ആക്കണ്ടാച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നത്. ഒരു ഇൻട്രാക്റ്റീവ് മെത്തേഡിൽ ഈ ക്ലാസ് പോയിട്ടില്ലെങ്കിൽ ഞാൻ പാലക്കാട് നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് കുറഞ്ഞിച്ചു ഇങ്ങനെ ഉറങ്ങി തോന്നുന്ന കുറേ ആളുകളെ കണ്ടു പോകുമ്പോൾ അത് വലിയ നഷ്ടമാണ്. ഞാൻ അബ്ദുൽ നാസർ, പാലക്കാട് ഒലവക്കോടാണ് സ്വദേശം. വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരനാണ്. റിട്ടയർ ആയിട്ടില്ല. ആളുകൾ കണ്ടാൽ റിട്ടയർ ആയിട്ട് എത്ര വർഷമായി എന്നാണ് ചോദിക്കുന്നത്. 2 വർഷം കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പഠനം നടത്തിയത്. ഇപ്പോഴും പാലക്കാട് ഇതുവരെ 6-7 വർഷമായി പാലക്കാട് ടൗൺ പള്ളിയിലെ ഖത്തീബായിരുന്നു. ഇപ്പോൾ ജോലി ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ആലത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത്. മസ്ജിദ് സഫ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് കൊടുവായൂർ. ആ പള്ളിയിലാണ് ഇപ്പോൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കോളേജിലൊന്നും പഠിക്കാതെയാണ് അത്യാവശ്യം ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ചിലപ്പോൾ പറയുന്നിടത്തുണ്ടാവും. ശ്രദ്ധിച്ച് ക്ഷമിക്കുക. എന്തായാലും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങൾ പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 5-10 വർഷം മുമ്പ് ഞാൻ പാടൂരിൽ ഇവിടെ ഒരു താലീബുൽ ഇസ്ലാം സ്കൂളോ ഇതൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഒരു പാരൻസ് മീറ്റിങ്ങിന് മുമ്പ് ഒരിക്കൽ വന്നിരുന്നു. അതിനുശേഷം പിന്നെ ഇന്നാണ് വീണ്ടും പാടൂരിലേക്ക് വരാൻ കഴിയുന്നത്. നമുക്ക് കുടുംബം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇസ്ലാമിക മാനം പറഞ്ഞിട്ട് അതിൻ്റെ സാമ്പത്തികവും ബജറ്റും അതിലേക്കൊക്കെ അങ്ങ് പോകാം. അതിനു മുമ്പ് നേരത്തെ അബ്രഹാം സാഹിബ് വളരെ മനോഹരമായിട്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടതിൻ്റെയും സമർപ്പിക്കേണ്ടതിൻ്റെയും ഒക്കെ കഥ, ചരിത്രം, സംഭവങ്ങൾ ഒക്കെ ഉദ്ധരിച്ച് നമ്മുടെ മുന്നിൽ പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമികമാകണമെങ്കിൽ അല്ലെങ്കിൽ സമാധാനപൂർണ്ണമാകണമെങ്കിൽ ഒരു നിയമങ്ങളെ നമ്മൾ പാലിക്കണം. ഒരു ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇന്നതാകാം ഇന്നതായിക്കൂടാ എന്ന് പറയുന്ന ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ ഈ റോഡിലേക്ക് കയറിയാൽ പച്ചയും ചുവപ്പും മഞ്ഞയും ലൈറ്റ് കാണും. എന്താ ചുവപ്പ്? കമ്മ്യൂണിസ്റ്റോ? ചുവപ്പ് എന്താ ചുവപ്പ് തരുന്ന മെസ്സേജ്? പോകാൻ പാടില്ല. മഞ്ഞ ഗെറ്റ് റെഡി സ്റ്റോപ്പ്, പച്ച യു ക്യാൻ പ്രൊസീഡ്, നിങ്ങൾക്ക് പോവാം. ഈ മെസ്സേജ് നോക്കാണ്ട് എല്ലാവരും ഒന്ന് പോയാൽ എന്താ സംഭവിക്കുക? ഞാനിത് ചോദിച്ചു ക്ലാസ് വിട്ടുന്നില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. പറയും എന്താ സംഭവിക്കുക? ആർക്കും പോകാൻ പറ്റില്ല. ആർക്കും പോകാൻ പറ്റില്ല. അങ്ങനൊരു നിയമമുണ്ട്, ചില നിയമക്രമങ്ങളുണ്ട്. ആ നിയമങ്ങളെ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമക്രമം ഇതാ തന്നിരിക്കുന്നു, ഒരു ഹുദ, ഒരു സന്മാർഗം. അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചാൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. ദുഃഖമില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത, പേടിയില്ലാത്ത സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ അവൻ്റെ നിയമങ്ങളെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ. പക്ഷെ ആ നിയമങ്ങളെ പാലിച്ച് ജീവിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ നാട്ടിലെ വലിയ പ്രശ്നം. നമുക്ക് നിയമം പാലിക്കാൻ വലിയ താല്പര്യമില്ല. അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെങ്കിലും ശരി,
ആ നിയമങ്ങൾ പലപ്പോഴും നമ്മൾ നിസ്കാരത്തിൽ പാലിക്കാൻ തയ്യാറാണ്, നോമ്പിൽ പാലിക്കാൻ തയ്യാറാണ്, സക്കാത്തും ഹജ്ജും പറയുന്നിടത്തൊക്കെ അള്ളാഹിന്റെ നിയമം പാലിക്കാൻ തയ്യാറാണ്. കൈയൊക്കെ കെട്ടുന്നിടത്ത് അള്ളാഹു റസൂൽ എങ്ങനെയാണ് പറഞ്ഞത്, എങ്ങനെയാണ് കെട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്, ഭയങ്കര ആശങ്കയാണ്. ഇങ്ങനെയാണ് റസൂൽ കൈ കെട്ടിയത്. പക്ഷെ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വിവാഹം നടത്തിയത്, എങ്ങനെയാണ് കുടുംബജീവിതം നടത്തിയത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് അത്രയും ആശങ്ക നമുക്കില്ല. അങ്ങനെ നമുക്ക് സൗകര്യമുള്ള ഒരു ഇസ്ലാമിനെ എടുക്കുകയും നമുക്ക് സൗകര്യമില്ലാണ്, ഇടങ്ങേറാണ് എന്ന് തോന്നുന്നിടത്ത് ആ നിയമങ്ങളെ മെല്ലെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സൗകര്യപ്രദമായ എടുക്കലും കൊടുക്കലും നടക്കുന്ന ഒരു ദീനിന്റെ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഈ നിയമം പാലിക്കുന്നതിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തന്നാൽ ശരിയാവുമെന്ന് വിചാരിക്കണം. സർക്കസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊന്നും മിണ്ടലില്ലല്ലോ പഠിച്ചാല്, ഞാൻ കുടുങ്ങിയല്ലോ ഇപ്പോൾ. സർക്കസ് പറഞ്ഞാൽ കൂടാരത്തിൽ ടിക്കറ്റ് എടുത്ത് പോയിട്ട് ഈ അരകുറയായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആളുകളുടെ ചാട്ടും വേണ്ടും എല്ലാം ഞാൻ ഉദ്ദേശിച്ചത്. റോഡിന്റെ സൈഡിൽ മയക്കപ്പഴപ്പിന് വേണ്ടി സർക്കസ് കാണിക്കും. അത് കണ്ടിട്ടുണ്ടോ? കാണും. ആ സർക്കസ് കഴിഞ്ഞിട്ട് ഒരു പാത്രവും കൊണ്ട് ഇങ്ങനെ വരും നമ്മുടെ അടുത്തൊക്കെ പിരിക്കാൻ. അപ്പോൾ വലിയൊരു കമ്പ് ഇവിടെ നാട്ടിയിട്ടുണ്ട്, അപ്പുറത്ത് മറ്റൊരു കമ്പ്. രണ്ട്, എൻ്റെ പാലക്കാടൻ ഭാഷയിൽ ചിലപ്പോൾ കമ്പ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? രണ്ട് തൂണ്, രണ്ട് വടികൾ. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അപ്പുറത്തൊരെണ്ണം. എന്നിട്ട് ഇതിന്ന് അങ്ങോട്ട് വലിയൊരു ഒരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്, ഒരു കമ്പി. ആ കമ്പിയുടെ മുകളിലൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. ആ നടന്നു പോകുന്ന ആളുടെ കയ്യിൽ ഒരു വടി ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അയാൾ ആ കമ്പിയുടെ മേലെ കൂടെ നടന്നു പോണത്. അപ്പൊ ഇയാൾ ഈ നടന്നു പോണ കണ്ടിട്ട് ഒരു അന്തല്ലാത്തൊരു ചങ്ങായി, മലപ്പുറത്തേരുടെ ഭാഷയെ പറഞ്ഞ ഒരു മൊയന്ന്, നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, തൃശ്ശൂർ ഭാഷയിൽ എന്തായാലും ഒരു അന്തല്ലാത്തൊരു ചങ്ങാതി ഇത് നോക്കിയിട്ട് പറയാണ്, ആ ചങ്ങായി ഒറ്റക്ക് നടക്കണതേ ആരോ പറഞ്ഞാലോ, പോരെങ്കിലും ഒരു വടിയും. ആ വടി അയാൾക്ക് ഭാരമാണോ? എന്താണ് പിന്നെ? ബാലൻസാണ്. ആ വടി അയാൾക്ക് ഭാരമായി തോന്നിയാൽ എന്താ സംഭവിക്കുക? അയാൾ ഈ കൊണ്ടു നടക്കുന്ന വടി അയാൾക്ക് ഭാരമാണെന്ന് തോന്നി ആ വടി എടുത്ത് അയാൾ താഴെ ഇട്ടാൽ എന്ത് സംഭവിക്കും? താഴെ വീഴും. ആ കമ്പിൽ നിന്ന് താഴെ വീഴും. ഇതാണ് ഞാനും നിങ്ങളൊക്കെ നടക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഒരു ദിവസത്തിൽ 17 തവണ ഞാനും നിങ്ങൾ ചോദിക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന ആ സിറാത്തുൽ മുസ്തഖീമാണിത്. അള്ളാഹുവിന്റെ നേരായ ആ മാർഗം. ആ മാർഗത്തിൽ നിന്ന് വഴി തെറ്റാതെ, വഴി തവറാതെ, അല്ലെങ്കിൽ തെറ്റിപ്പോകാതെ, വീഴാതെ നോക്കുവാൻ വേണ്ടി നമ്മുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു മാന്ത്രിക വടിയാണ് തറക്തഫീക്കും അമ്രൈൻ. രണ്ട് കാര്യം നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ഒന്ന് കിതാബുല്ലാഹി വ സുന്നത്ത് റസൂലിഹി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും പടച്ച തമ്പുരാന്റെ റസൂലിന്റെ സുന്നത്തും. ഈ രണ്ട് മാർഗദർശനം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, ഖൗഫില്ല, ഹുസ്നില്ല. പേടിയില്ല, ദുഃഖമില്ല, ആശങ്കയില്ല, ബേജാറില്ല, ടെൻഷനില്ല, ആന്റി ഡിപ്രഷൻ മെഡിസിൻ കഴിച്ച് ഉറങ്ങേണ്ട ഗതികേടുമില്ല. മനസ്സ് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് പോകാം. എങ്ങനെയാണെങ്കിൽ ഈ നിയമം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ. എപ്പോൾ ആ നിയമം നിങ്ങൾക്ക് ഭാരമായി തോന്നിയത് പുറത്തെടുത്തുവോ താഴത്തേക്ക് ഇടുന്നുവോ നിങ്ങളുടെ പര്യവസാനം എന്ന് പറയുന്നത് നേരെ കുത്തനെ മുഖം കുത്തി താഴോട്ട് വീഴുകയാണ്. ആ താഴോട്ട് വീഴുക എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹസ്റ ദുനിയാവൽ ആഖിറ, അങ്ങനെയാ ഖുർആന്റെ പ്രയോഗം. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട ഒരുത്തനായിട്ട് മാറുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ പടച്ച തമ്പുരാന്റെ നിയമങ്ങളെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ പാലിക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ നിസ്കാരത്തിൽ മാത്രമല്ല, നോമ്പിൽ മാത്രമല്ല, നമ്മുടെ ഈച്ച് ആൻഡ് എവരി ലുക്ക് ആൻഡ് കോർണർ ഓഫ് യുവർ ലൈഫ്, അങ്ങനെ പറയാം. ജീവിതത്തിന്റെ എല്ലാ ഓരോ മുക്കുമൂലകളിലും വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഹൗഫില്ലാത്ത, ഹുസ്നില്ലാത്ത, ടെൻഷനില്ലാത്ത, വേദനയില്ലാത്ത, ബേജാറില്ലാത്ത, പേടിയില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് കിട്ടും. അത് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ. അപ്പൊ നമ്മുടെ കുടുംബജീവിതം സമാധാനകരമാകണമെങ്കിൽ, സന്തോഷകരമാകണമെങ്കിൽ അവിടെ വേണ്ടത് അള്ളാന്റെ നിയമങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണ്, കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് എന്തിനാണ് അല്ലാഹു റസൂലും പറയുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെമാരുള്ള ആളുകൾ വേറെ സമുദായങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ? അവരൊക്കെ അവരുടെ മതവും വേദവും അനുസരിച്ചുള്ള കുടുംബജീവിതമാണോ
നയിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള മാതിരി വിവാഹം കഴിക്കാം, അതേപോലെ തന്നെ ഇഷ്ടമുള്ള മാതിരി സമ്പാദിക്കാം, ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം. അവർക്ക് ആർക്കുമില്ലാത്ത കുറേ ഒരു കെട്ടിക്കൊടുക്കുകളും ഗുലാമറുകളും ഒക്കെ എന്താണ് നമുക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, നമ്മളെ പടച്ച തമ്പുരാനാണ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയേണ്ടത്. ആ പറഞ്ഞതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഇല്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേറൊരു കഥയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവും കൂടി സൈറ്റ് സീയിങ് ട്രിപ്പിന് പോയി. എന്താണ് പറയുക, ഹണിമൂണൊക്കെ പോലെ അവർ രണ്ടുപേരും കൂടി ടൂറ് പോയി. ഊട്ടിയോ കൊടൈക്കനാലോ എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി, ഒരു മലമുകളിലേക്ക്. അങ്ങനെ അവിടെ ചെന്ന് അങ്ങനെ പോയപ്പോൾ അവരുടെ കാറ് കേടുവന്നു. കാറ് കേടുവന്നിട്ട് ഒരുപാട് വർക്ക്ഷോപ്പുകാർ വന്നു അറ്റൻഡ് ചെയ്തു. പക്ഷെ കാറ് നേരാക്കാൻ കഴിഞ്ഞില്ല. അവർ ഹെൽപ്ലെസ് ആയിട്ട് വല്ലാതെ ഇടങ്ങാറായിട്ട് നിൽക്കുകയാണ്. ഒരാളുമില്ല സഹായിക്കാൻ. ആ സമയത്ത് ഹാറ്റും സൂട്ടും ബോട്ടുമായിട്ട് ഒരു കാരണവരുണ്ട്, വാക്കിംഗ് സ്റ്റിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പൊന്നു മക്കളെ എന്തേ പറ്റിപ്പോയത് നിങ്ങൾക്ക്? മഞ്ഞ് വീഴുകയാണ്, ഈ സമയത്ത് ഇവിടെ നിൽക്കരുത്, എന്ത് പറ്റി നിങ്ങൾക്ക്? പറഞ്ഞു, സർ ഞങ്ങളുടെ കാറ് കേടാണ്. ഒരുപാട് ആളുകൾ ഇത് അറ്റൻഡ് ചെയ്തു, കാറ് നേരെയാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വി ആർ ക്വൈറ്റ് ഹെൽപ്ലെസ്, വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. എന്താ ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. പലരും വന്ന് നോക്കി പിടിക്കാൻ പറ്റില്ല. ആ സാറ് പറഞ്ഞു, ബോണറ്റ് തുറക്കാൻ പറഞ്ഞു. കാറിന്റെ ബോണറ്റ് തുറന്നു. അയാൾ എന്തോന്നും ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി. ഗോപിനാഥ മുതുകാടിനെ പോലെ മജീഷ്യനാണോ? അല്ല. ഒരു കാരണവര് ഔദ്യോഗികോ അല്ലേ? ഇങ്ങനെയൊക്കെ എന്തോ ചെയ്യണമെങ്കിൽ പിന്നെ വലിയ ആകണല്ലോ. അതുമല്ല, ഒരു സാധാരണ സൂട്ടും കോട്ടും ഒക്കെ ആയിട്ട് ഹാറ്റും വാക്കിംഗ് സ്റ്റിക്കും ആയിട്ടൊക്കെ വരുന്ന ഒരു ജിൻസുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഒരുപാട് ആളുകൾ വന്ന് നോക്കിയിട്ട് ശരിയാക്കാൻ കഴിയാത്ത താങ്കൾക്ക് എങ്ങനെയാ കഴിഞ്ഞത്? അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാറ് ഫോർഡ് എന്ന് പറയുന്ന കാറാണ്, ഞാനാണ് ഹെൻറി ഫോർഡ്. രണ്ടും കൂടെ കത്തിയ അവിടെ പഠിച്ചോളിക്കറിയാം. ഈ കാറ് ഫോർഡ് എന്ന് പറയുന്ന കാറാണ്, ഞാനാണ് ഹെൻറി ഫോർഡ്. ഞാൻ രൂപകൽപ്പന ചെയ്താണ് ഈ കാറ്. ഈ കാറിന്റെ മെരിച്ചും ഡീമെരിച്ചും എന്നെ പോലെ ദുനിയാവിൽ ഒരാൾക്കും അറിയില്ല. ആയതുകൊണ്ട് അതിന്റെ തെറ്റെന്താണ്, കുഴപ്പമെന്താണ്, ശരി എന്താണ്, എവിടെയാണ്, ഏതാണ് എന്ന് പറയാനുള്ള ആത്യന്തികമായിട്ടുള്ള ഉടമാവകാശം എനിക്കാണുള്ളത്. അതുകൊണ്ട് എനിക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു, വേഗം നേരാക്കാൻ കഴിഞ്ഞു. കാരണം ഞാനാണ് അത് ഉണ്ടാക്കിയത്. ഈ ഉദാഹരണത്തെ കടമെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത്, നമ്മളെ പടച്ച തമ്പുരാനാണെങ്കിൽ ആ റബ്ബാണ് പറയേണ്ടത് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് വാപ്പാനോട് പെരുമാറേണ്ടത്, ഉമ്മാനോട് പെരുമാറേണ്ടത്, മക്കളോട് പെരുമാറേണ്ടത്, ഭർത്താവിനോട്, ഭാര്യയോട്, അയൽപക്കക്കാരോട് സ്വത്തോരി വെക്കേണ്ടത്, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ കോണുകളിലും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയാനുള്ള ആത്യന്തികമായിട്ടുള്ള ഉടമാവകാശം ആ റഹ്മാനായ റബ്ബിനാണ്. കാരണം അവനാണ് ഹാക്കിം, അവനാണ് ഷാരിഹ്, അവനേക്കാൾ വലിയൊരു നിയമനിർമ്മാണ കർത്താവ് ഇല്ല. അവന്റെ നിയമം പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ആ നിയമത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതത്തെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇനി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുടുംബജീവിതത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വാചാലമായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളുടെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ സുജൂദിൽ ഏതാ ദ്വാരക്കേണ്ടത് ഖുർആനിലുണ്ടോ? റുകൂൽ എന്താ പറയേണ്ടത് ഖുർആനിലുണ്ടോ? അത്തഹിയ്യാത്തിന്റെ രൂപം ഖുർആനിലുണ്ടോ? ഇല്ല. വജ്ഹത്ത് ഉണ്ടോ ഖുർആനില്? വജ്ഹത്ത് പറഞ്ഞൊരു ആയത്തുണ്ട് അല്ലേ? എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഖുർആൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയും, എത്ര റക്അത്താണ് സുബഹി, എത്ര റക്അത്താണ് ദുഹർ, എത്ര റക്അത്താണ് മഗ്രിബ്, ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മക്കൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ ദുആ കഅബയുടെ കില്ലൈ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും കേൾക്കൂല, അല്ലാഹ് സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു, ലാ യുജാലിസുനൽ യൗം, ഇവിടെ ഒരു ചില ആളുകൾ ഇരിക്കരുത്, എഴുന്നേറ്റ് കൊണ്ടേ കേട്ടോ. റസൂൽ പറയാണ്, അവൻ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളോട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ആരെയാണ്? ആരോ ചില ആളുകൾ കുടുംബബന്ധം മുറിച്ചവരുണ്ട്, അവരുടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി അവിടുന്ന് എഴുന്നേറ്റു, എനിക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂൽ ഞാനിവിടെ ഇരുന്നോട്ടെ? പ്രവാചകൻ പറഞ്ഞു, ഇരിക്കാം, താങ്കൾ ഇരുന്നോളൂ. അപ്പൊ ചോദിച്ചു,
പോയി, പൊരുത്തപ്പെടിച്ചു, തെറ്റു തീർത്തി, തിരുത്തി, ഞാനിത് അങ്ങോട്ട് വന്നിരിക്കുകയാണ്, ഇരുന്നോട്ടെ, ഇരുന്നോ. റസൂൽ എങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ഒരാൾ കുടുംബബന്ധം മുറിച്ചാളുള്ളത്? പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മാലാഖമാർ ഈ സദസ്സിലേക്ക് ഇറങ്ങാനില്ല. കാരണം ഏതോ ഒരു കുരുത്തം കെട്ടവനവിടെ ഇരിക്കുന്നുണ്ട്, ഏതോ ഒരു മോശക്കാരൻ ഇരിക്കുന്നുണ്ട്, കുടുംബബന്ധം കുറിച്ചവൻ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഇവിടെ അള്ളാന്റെ മലക്കുകൾ ഇറങ്ങുമോ? പാടൂരുകാരൊന്ന് പറയും നോക്കട്ടെ, ഇറങ്ങുമോ? തിരി സംശയമാണല്ലേ. നമ്മളൊക്കെ തമ്മിൽ പ്രശ്നമുണ്ട്, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ. ചിലരോട് നമ്മൾ വിട്ടില്ല, ചില വീട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല, ചിലരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്റെ മയ്യത്തും കൂടെ കാണരുത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരില്ല ഇവിടെ ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ശീലം. തമിഴിലേക്ക് എന്താ പറയുന്നത്? ഞാൻ മയ്യം കൂടെ പാക്കക്കൂടാതെ പറയും. എന്റെ മരുപ്പ് പോലും നീ നോക്കരുത്, ഞാൻ മരിച്ചാലും എന്നോട് പൊരുത്തപ്പെടില്ല. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിൽ നിങ്ങളുടെ 1 ലക്ഷം രൂപയുണ്ട് ഡെപ്പോസിറ്റ്. നിങ്ങൾക്ക് 5000 രൂപയെ വേണ്ടു, 5000 രൂപ ഇപ്പോൾ വേണ്ടു. നിങ്ങളുടെ കയ്യിൽ ATM ഉണ്ട്. ചേറ്റുവായ സെന്ററിൽ ചെന്നിട്ട് ആ ATM മെഷീനിലേക്ക് നിങ്ങൾ ആ കാർഡ് ഇട്ടു. കാർഡ് ഇട്ട ഉടനെ ആ കാർഡ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? എന്താ ചോദിക്കുക കാർഡ്? അല്ല, മെഷീൻ എന്താ ചോദിക്കുക? കുറച്ചോനെ ഞാൻ കുടിക്കല്ലോ. ആ മെഷീൻ ചോദിക്കുന്നത് നിങ്ങളുടെ പിൻ നമ്പറാണ് അല്ലേ? ആ പിൻ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര ലക്ഷം ഉണ്ടെങ്കിലും കിട്ടുമോ? കിട്ടൂല. എത്ര ലക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല, കിട്ടില്ല. കിട്ടണമെങ്കിൽ ആ നമ്പർ ശരിയാകണം. നിങ്ങൾ എന്ത് അമല്, ഇബാദത്ത്, ദിക്ർ, ദുആ, പ്രാർത്ഥന, സദഖ, സകാത്ത് എന്തെന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് അതങ്ങ് എത്തിപ്പെടണമെങ്കിൽ ഒരു നമ്പർ ശരിയാകണം. ആ നമ്പറിൽപ്പെട്ട ഒന്നാണ് കുടുംബബന്ധം നന്നാവുക എന്നുള്ളത്. ആ കുടുംബബന്ധം നന്നായിട്ടില്ല എങ്കിൽ എന്ത് കാര്യം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രശ്നത്തിന് ആ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം തരാൻ കഴിയില്ല. അത്യാവശ്യം കൗൺസിലിംഗ് പോലുള്ള ചെറിയ തട്ടിപ്പ് പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ്. അവർ ചില പ്രശ്നമൊക്കെ നമ്മുടെ അടുത്ത് വരും, ചെറിയ മട്ടത്തിൽ. അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു കുത്തുബ നടത്തിയത് എന്തിനെ കുറിച്ചായിരുന്നു എന്നറിയാമോ? ഈ കുടുംബ ബന്ധം കുറിച്ച ആളുകൾക്ക് അമൽ ഇബാദത്തൊന്നും സ്വീകരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തുബ നടത്തി. കേട്ട ആളുകളൊക്കെ ബേജാറായി. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ നാസർ സാഹിബെ, ഞാൻ ആകെ കുടുങ്ങിയല്ലോ, നിങ്ങളുടെ കുത്തുബ കേട്ടേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താണ് ചോദിച്ചു? നിങ്ങൾ പറഞ്ഞ പ്രകാരം അമലൊന്നും സ്വീകരിക്കൂല, ഒക്കെ നരകത്ത് പോകുന്ന നിങ്ങൾ പറഞ്ഞത്. നാളെ പരലോകത്ത് പോകുമ്പോൾ കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ അമൽ സ്വീകരിക്കില്ല എങ്കിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും നരകത്ത് പോകും. കാരണം എൻ്റെ ഉമ്മയും ഭാര്യയും തമ്മിൽ മിണ്ടിയിട്ട് മാസങ്ങളായി. വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കിയത് ശരിയാകുന്നില്ല, നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാനത് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത പണിയാണ് ഏറ്റെടുത്തു. അങ്ങനെ ഈ സ്ഥാനാദിൻ്റെ കൂടെ, ഈ സഹോദരൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഈ മരുമകളെന്ന് പറയുന്ന കുട്ടിയുണ്ടല്ല, MCAയോ MTechോ എന്തൊക്കെയോ പഠിച്ചിട്ട് പഠിച്ചോനെ അപ്പോൾ എന്തൊക്കെയാ പഠിച്ചത്, അങ്ങനെ ഭയങ്കര പഠിച്ചെടുപ്പം കുട്ടി. ആ ഉമ്മയാണെങ്കിൽ ഒരു പാവം തള്ള, ഒരു പാവം വല്യമ്മ, ഒരു പഴഞ്ചൻ ഒരു ഉമ്മ. വേറെ ലോകത്ത് ജനിക്കുന്ന രണ്ട് ജനറേഷൻ, 2 കാഴ്ചപ്പാട്. ഒരാൾ അൾട്രാ മോഡേൺ, ഒരാൾ അങ്ങേയറ്റത്തെ എന്താ പറയുക, ഫണ്ടമെന്റലിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു യാഥാസ്ഥിതിക പശ്ചാത്തലത്തിലുള്ള വേറെ ഉമ്മ. ഇതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനം. 2 പേരോടും കൂടി ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചോ? ഒന്നും പറയണ്ടേ ഉസ്താദേ, നല്ല പഠിപ്പും വിവരമുള്ള ഒരു പെണ്ണാണെന്നും പറഞ്ഞ് കെട്ടിക്കൊണ്ടെന്നത് ഒരൊറ്റ വസ്തു പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പൊ എന്താ മകളെ, നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്ത? ഞാൻ എന്താണെന്നും പറഞ്ഞാൽ കേൾക്കാത്തതായി പോകുന്നത് പെൺകുട്ടി. ഞാൻ ട്രാഫിക് പോലീസ് പോലെ ഇടയിൽ നിന്നു. എന്താ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തത് അറിയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു ഒരുപാട് പറയണ്ട, ഒന്ന് പറയുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, അവള് പറയുന്നത് ശരിയാ, ഒന്ന് പറയുമ്പോൾ. എന്നാ കേൾക്കണം ഉസ്താദെ, കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയതാണ് ഇവരുടെ അനുസരണക്കേട്. ഇവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തത്തിൽ എൻ്റെ നാത്തൂന് സുഖമില്ലാതെ കിടക്കുക പാലക്കാട് ആശുപത്രിയിൽ. അവളെ ഒന്ന് കാണാൻ പോകണം, എടി പുറപ്പെടുമെന്ന് പറഞ്ഞു. ഇവള് പുറപ്പെട്ടു. ആട്ടോറിക്ഷ വരാൻ പറഞ്ഞു. ആട്ടോ വന്നു. ഇവള് ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് നോക്കിയപ്പോൾ ഒരു 2 വളയും ഒരു ചെയിനും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാ പോകേണ്ടത്? നിങ്ങൾ പറയും, നിങ്ങളോട് ചോദിച്ച കാര്യം ഇവര് പറയും. എങ്ങനെയാ പോകേണ്ടത്? കല്യാണം കഴിഞ്ഞ ഉടനെ പുറത്തോട്ട് പോകുമ്പോൾ അത്യാവശ്യം അവരുടെ വീട്ടിൽ പോകണ്ടേ?
അതാണ് തീരെ. അവസാനം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് പോകണം. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്താണ് ഈ ജോലി ചെയ്യുന്നത്? രണ്ട് വളയിട്ടുണ്ട്, ആ ആഭരണമൊക്കെ എടുത്ത് കെട്ടുകയോ? അപ്പൊ ഇവള് പറഞ്ഞു, 6 വർഷം തന്നെ അതൊക്കെ മതി, ഇതൊന്നും വേണ്ട, നിങ്ങൾ വരും പറഞ്ഞു പിടിച്ച് കെട്ടി. കണ്ടില്ല ഉസ്താദെ, അന്ന് തുടങ്ങിയതാണ് വീട് പറഞ്ഞ അനുസരണല്ല. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിനോട് ചോദിച്ചേ, അല്ല മോളെ അത് ഉമ്മ പറഞ്ഞല്ലേ ശരി, നിനക്കൊരു ചെയ്യുന്നതൊക്കെ എടുക്ക. അപ്പൊ പറഞ്ഞു, എല്ലാ ഉസ്താദെ ആ തള്ളക്കെ അന്തമില്ല, അങ്ങൾക്കും ഇല്ലേ ചോദിച്ചു. ഇതിന്റെ നാട്ടവനോട് ശ്വാസം വലിച്ചാൽ വിടാൻ വയ്യ, വിട്ടാൽ വലിക്കാൻ വയ്യ, അങ്ങനെ കിടക്കണം. ആ കിടക്കുന്ന സാധനത്തെ കാണാൻ വേണ്ടി ഈ സകല ചെയിനും ആഭരണമൊക്കെ ഇട്ടിട്ട് ആലുക്കാസിലെ പരസ്യം പോലെ ഞാൻ പോയാൽ ആളുകൾ വിചാരിക്കും നല്ല ആളൊക്കെ ആരാ ബോധം കഴിക്കുന്നതായിരിക്കും. മതിയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ അത് അവള് പറയുന്നതാണല്ലോ ശരി അല്ലേ, അവള് പറയുന്നതാണല്ലോ ശരി. അപ്പൊ അവള് പറഞ്ഞു, എന്റെ പൊന്നാര ഉസ്താദെ അവിടെ കിടക്കുന്ന സാധനം ആരാന്നറിയോ? എന്റെ നാത്തൂനാണ്. ശ്വാസം വിടാൻ വയ്യെങ്കിൽ അവിടെ കിടന്നോർത്ത് കൊടുത്തിട്ട് നോക്കും ഇവിടേക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടേക്ക് എന്തൊക്കെ കിട്ടി, എത്ര കിട്ടിയെന്ന് അവിടെ കിടന്നോർത്ത് നോക്കും. ഇതാണ് ഇപ്പൊ രണ്ടുപേരുടെയും തെറ്റിന്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിണക്കങ്ങളും പടലപ്പിണക്കങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും മിണ്ടായും പോകായും വരായും ഒക്കെ അന്വേഷിച്ചാൽ അവസാനം എത്തിപ്പെടുന്നത് ഇങ്ങനെ ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങളിലും കാരണങ്ങളിലും ആയിരിക്കും എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാം. ഇതിനു വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നതോ നിസ്കാരം പോയി, നോമ്പ് പോയി, സകാത്ത് പോയി, ഹജ്ജ് പോയി, അമല് പോയി, ഇബാദത്ത് പോയി, ദിക്റ് പോയി, ദുആ പോയി, എല്ലാം പോയി. എന്നാൽ നമ്മളൊക്കെയോ അങ്ങനെ തെക്കുവ കൂടിയിട്ട് ഒരു പർദ്ദന് മേലെ വസ്ത, അതിന് മേലെ ഷാള്, കയ്യിൽ സോക്സ്, കണ്ണിൽ കെട്ട്, അങ്ങനെ തെക്കുവ കൊടുത്തോറും വസ്ത്രം കൂടി ആ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു കോലം. എന്നാലോ മുഴുവൻ അവനും അള്ളാഹും സ്വീകരിക്കാത്ത രൂപത്തിൽ ഈ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളുമാകുമ്പോൾ ഇതൊരു വൈരുദ്ധ്യമാണ്. ഇത് ഇസ്ലാമുമായിട്ടുള്ള ബന്ധമില്ല. ആയതുകൊണ്ട് നമുക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹു പറഞ്ഞ ബന്ധങ്ങളെ അതിന് ഊഷ്മളമായ ബന്ധങ്ങളാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ബന്ധങ്ങളിൽ അതിൻ്റെ ഊഷ്മത്തെ പറയാം, അതാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പരസ്പരമുള്ള ഈ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീടിന് മസ്കൻ എന്നാണ് പറയുക, സുകൂൻ ലഭിക്കുന്ന സ്ഥലം. ഹൗസ് പറഞ്ഞാലും ഹോം പറഞ്ഞാലും വീടാണ് അല്ലേ? എൻ്റെ വീടല്ലേ? ഹൗസ് പറഞ്ഞാലും വീടാണ്, ഹോം പറഞ്ഞാലും വീടാണ്. ഒരു വീട് പണി നടക്കുന്നു, ഹോം കൺസ്ട്രക്ഷൻ നടക്കണമെന്ന് പറയും. എന്താ പറയാ? ഹൗസ് കൺസ്ട്രക്ഷൻ നടക്കണമെന്നാ പറയാ. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയാ. നല്ല സ്വഭാവങ്ങൾ യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്നാണ് വളർത്തുന്നത്. അത് വീടാണ്. വീട്ടിനകത്ത് ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതൊരു ഹോമായി മാറുന്നത്. മറ്റത് വെറും ബിൽഡിംഗാണ്. ദാറ് ബൈത്ത് എന്ന് പറഞ്ഞാലും വീടാണ്, മൻസിൽ എന്ന് പറഞ്ഞാലും മസ്കൻ എന്ന് പറഞ്ഞാലും വീടാണ്. വീടിന് മനുഷ്യന്മാരൊക്കെ താമസിക്കുന്ന വീടുകൾക്ക് മസ്കനെന്നും മൻസിലെന്നും പറയാൻ കാരണം അവിടെ ശാന്തി ലഭിക്കുന്ന സ്ഥലം എന്നാണ് മസ്കനിന്റെ അർത്ഥം. സുഖൂൻ ലഭിക്കുന്ന, സക്കീനത്ത് ലഭിക്കുന്ന, ശാന്തി നുകരാൻ കഴിയുന്ന സ്ഥലം, അതാണ് വീട്. അതേപോലെ തന്നെയാണ് മൻസിൽ എന്ന് പറഞ്ഞാൽ, അത്താണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇപ്പോഴൊന്നും കാണില്ല. പണ്ടൊക്കെ ഭാരം തലയിൽ ചുമന്ന് ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനുള്ള ഒരു സംഗതിയാണ് ഈ അത്താണി. ആ അത്താണി പോലെ ഇറക്കി വെക്കാനുള്ള സ്ഥലം എന്നുള്ളതാണ് ഈ മൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ജീവിതത്തിന്റെ ഒരുപാട് ചുടുനിശ്വാസവും ചുടുനെടുവീർപ്പുകളും ഒക്കെ ആയി ഒരു ഗൃഹനാഥൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാൾക്കൊന്ന് ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലം. അപ്പൊ അവിടെ വേണ്ടത് പറയുന്നത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യവും ചുറ്റുപാടും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ പഴയതിനേക്കാൾ സൗകര്യമുള്ളതാണ്. പാലക്കാടിനെ അപേക്ഷിച്ച് ചാവക്കാട് എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ സൗകര്യമുള്ള സ്ഥലമാണ്. ഇപ്പോൾ AC ഇല്ലാത്ത വീടുകളില്ല, കാറില്ലാത്ത വീടുകളില്ല, ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീട് തീരെയില്ല. അങ്ങനെ വാഹനങ്ങളുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, നല്ല ബെഡുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഉറക്കമില്ല. ഉറക്കമില്ലാത്ത രാത്രികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വസ്ഥതയില്ല.
സമാധാനമില്ല, ശാന്തിയില്ല. അത് നമുക്കില്ലാത്തതുകൊണ്ടാണോ? അല്ല, നമുക്കില്ലാത്തതുകൊണ്ടല്ല, മറ്റവൻ ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ 2 എണ്ണം ഗൾഫ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 5 എണ്ണം ഗൾഫ് പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ വീട് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടാണ്. അവിടെ 2 എണ്ണം പോയിട്ടുള്ളൂ. വലിയ വീടായി, നല്ല കാറായി, ചുറ്റുപാടായി. അതിലേക്ക് നോക്കി ഇങ്ങനെ വല്ലാതെ ബേജാറാണ്, വല്ലാത്തൊരു വിഷമം. അവിടെ നിന്നാണ് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ അസ്വസ്ഥത ആരംഭിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഇല്ലാത്തതല്ല പ്രശ്നം, മറ്റവന് ഉണ്ടായതാണ് നമ്മുടെ പ്രശ്നം. ഇതിന് അസൂയ എന്നാണ് പച്ച മലയാളത്തിൽ പറയുക. അല്ലേ? അസൂയക്കാരൻ അസൂയ ഉണ്ടാക്കിയാലുള്ള കെടുതി എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതൊക്കെ ഇതാ. നമുക്ക് ലഭ്യമായതിൽ ഒരു സംതൃപ്തിയില്ലാത്ത മനസ്സ്. ഇതാണ് നമ്മുടെ സാമ്പത്തികമായ ഈ പ്രശ്നങ്ങളുടെ കീഴ്മേൽ മറിയുന്നതിന്റെ അടിസ്ഥാനം. ഖബറിലേക്ക് ചെല്ലുന്നവരെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പെരുമ നടിക്കാനും പൊങ്ങച്ച കാണിക്കാനും ആളാകാനുമുള്ള ത്വര നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ഖബറിലെത്തുന്നവരെ തന്നെ. അത് എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതുവരെ നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കില്ല. ഇവിടെ ഞാൻ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കണ്ട് ബോർഡ്, ഭിക്ഷാടന നിരോധന. ഇവിടൊന്നും ഭിക്ഷക്കാർക്കൊന്നും കൊടുക്കില്ല അല്ലേ? വരുന്ന വഴിക്കൊക്കെ ബോർഡ് കണ്ട് ഭിക്ഷാടന നിരോധന മേഖല. ഇവിടെ ഭിക്ഷക്കാരെന്നാണോ പറയാ? ഭിക്ഷക്കാരൻ ആളുകൾ എന്താ പറയുന്നത്? ഞങ്ങള് പാലക്കാട്ടിലെ ഭിക്ഷക്കാരെന്നാ പറയാ. അങ്ങനെയും പറയോ അല്ലേ? ആ ഭിക്ഷക്കാരൻ, ഒരു ഭിക്ഷക്കാരന്റെ കഥ പറഞ്ഞാലോ? ഞങ്ങൾ പാടൂരിയായിട്ട് കൊണ്ടൊക്കെ ഭിക്ഷക്കാരന്റെ കഥയിലേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചാൽ ഭിക്ഷക്കാരന്റെ കഥയിലും ഉണ്ടാവും ഒരു കാര്യം വിചാരിച്ചു. ഈ കുട്ടികൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനോ എന്തെങ്കിലും ഏർപ്പാട് നമ്മളിങ്ങനെ ക്ലാസ് വല്ലാത്ത അവര് ഉണ്ടാകണം, അവരില്ലാൻ പറ്റില്ല, അവരാണ് ഉണ്ടാവേണ്ടത്, ക്ലാസ് കേൾക്കേണ്ടതും പറ്റുന്നത്. പക്ഷെ അവരുടേതായ ഒരു ലോകത്തേക്ക് വിടുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. ഇനി 12:15 അവസാനിപ്പിക്കുക, ഇത് തിരിച്ച് പാലക്കാട് പോകണം. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിങ്ങനെ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലും കുട്ടികളെ തോളിൽ വെച്ചുകൊണ്ട് ഖുതുബ വരെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് റസൂലിന്റെ സുന്നത്തിന് തെറ്റാണ്. ഖുതുബനേക്കാൾ വലുതല്ലോ. എങ്കിലും ഒരു കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി അവരുടെ അവകാശം തൽക്കാലം ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ വരും, മാസം 100 രൂപ കൊടുക്കും. എത്ര? 100 രൂപ. അങ്ങനെ കൊടുക്കും വീടുണ്ട് അവിടേക്ക്. മാസം 100 രൂപ ഭിക്ഷക്കാരൻ കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാ മാസവും ഇയാൾ വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ 50 ആണ്. അപ്പൊ ഭിക്ഷക്കാരൻ വിചാരിച്ചു പാവം തന്നെ ഓടി നോട്ടൊക്കെ മാറ്റിയല്ലോ. 150 50 തന്നാണ്, 100 തന്നെ വിചാരിച്ചു തന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ 50, അടുത്ത മാസം തരുമെങ്കിൽ 100 വിചാരിച്ച് നോക്കിയാൽ 50 തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 10 രൂപ. അപ്പൊ നമ്മുടെ ഭിക്ഷക്കാരന് ദേഷ്യം നേരെ എന്നിട്ട് ചോദിച്ചു, ആരോട്? ഈ ആളോട്, വീട്ടിന്റെ ഉടമസ്ഥനോട്. ഇവിടെ പെട്രോളിന് ലിറ്റർ 50 രൂപ, ദിവസവും ചായപ്പൊടി, പഞ്ചസാര, അതേപോലെ തന്നെ എന്താ പറയാ പരിപ്പ്, പയറ്, എല്ലാവരും വില കൂടുക. താനാണ് ഈ പൈസ കമ്മിയായിക്കൊണ്ടിരിക്കുക. 100 രൂപയാണ് 50 അടുത്ത മാസം തരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കിയപ്പോൾ അവസാനം 10 രൂപയായി കഴിഞ്ഞു. ഇത് ശരിയല്ല. അയാളെന്ന് പറഞ്ഞറിയാം, എന്റെ ചങ്ങായി അയാൾക്ക് 100 രൂപ തരും, ഞാൻ ഒറ്റത്തടിയാണ്, ഞാൻ ബാച്ചലറാണ്, വേറെ ആരുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ പെണ്ണ് കിട്ടി. നോക്കുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ 50 ആക്കി. പിന്നെ നോക്കിയപ്പോൾ 2 കുട്ടികളും ഐറ്റങ്ങൾക്ക് ഫീസ്, വാൻ ഫീസ്, എന്താണ് ടൈലിന്റെ ഫീസ്, ബാറ്റിന്റെ ഫീസ്, മറ്റേ ഫീസ്, മറിച്ച ഫീസ് ഒക്കെ കൂടെ ആകുമ്പോൾ എനിക്ക് 10 രൂപ തരാനുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഭിക്ഷക്കാരൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അപ്പൊ എന്റെ പൈസ എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കണില്ലേ? കത്തിയില്ലേ? ചോദിക്കാതെ എന്റെ പൈസ എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഈ പറഞ്ഞത് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട അവകാശം.
അവിടെ 2 ഗൾഫും പോയി, ഇങ്ങനെ കിട്ടി. എൻ്റെ 5 ഗൾഫും പോയി, ഒന്നും ആയിട്ടില്ല. അതല്ലാത്ത കുറേ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരാളെ കണ്ടു, ഒരു 10, 40, 50, 60 വയസ്സുള്ള ഒരാളെ കണ്ടു. അസ്സലാമു അലൈക്കും സോദരന്റെ എന്താ പറയാ, ഒന്നും പറയണ്ട, ഇങ്ങനെ പോണു. അൽഹംദുലില്ലാഹ്, കാലിന് മുട്ട് വരുന്നില്ല, കയറാൻ കഴിയില്ല, ഇറങ്ങാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. 18 വയസ്സാകുമ്പോഴേ, 20 വയസ്സാകുമ്പോഴേ, 25 വയസ്സാകുമ്പോൾ നല്ല പയർ പോലെ നടന്ന മനുഷ്യനാണ്. ഇന്നലെ വരെ കിട്ടിയതൊക്കെ ഇപ്പൊ കാലിന് മുട്ട് വേദന വന്നപ്പോ മറന്നു അല്ലേ? നേരത്തെ 100 രൂപ കിട്ടിയതൊക്കെ ഇപ്പൊ 10 രൂപ വന്നപ്പോ എന്തായി? കുറച്ച് കാലം കഴിയുമ്പോ 10 കിട്ടൂ. 100 കിട്ടിയപ്പോ സന്തോഷിച്ച പോലെ തന്നെ 10 കിട്ടിയപ്പോ ദുഃഖിക്കാനും പാടില്ല. ഇപ്പൊ എനിക്ക് അർഹിക്കുന്നത് ഈ മുട്ടുവേദനയും നടുവേദനയും ഇതുമൊക്കെയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് എന്താണെങ്കിലും അതിന് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടായാൽ സമ്പന്നത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഐശ്വര്യമാണ്. മനസ്സിന്റെ ഐശ്വര്യമാണ്. നാട്ടുകാരെ കഴിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ കുടുംബത്തിന്റെ ബജറ്റ് മുഴുവൻ താളം തട്ടുന്നത് നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കപ്പെടാം. ഞാൻ എത്ര രൂപയുടെ ഷർട്ട് ധരിക്കണം, ഞാൻ എത്ര രൂപയുടെ വാച്ച് കെട്ടണം, എത്ര രൂപയുടെ മൊബൈൽ എൻ്റെ കയ്യിലാകാം, എത്ര രൂപയുടെ കാർ എനിക്കാകാം, എത്ര സ്ക്വയർ ഫീറ്റ് വീട് എനിക്കാകാം, ഇത് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കാണ്. പക്ഷേ ഇത് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. മറ്റേയാളുടെ വീട് വലുതാക്കുന്നതോടുകൂടി എൻ്റെ ഇളയച്ചനും മൂത്തച്ഛയൊക്കെ ഇത്ര സ്ക്വയർ ഫീറ്റാണ്, അപ്പൊ ഞാനായിട്ട് മോശമാകാൻ പാടില്ല. പിന്നെ ഈ പാവം ഗൾഫിൽ പോയിട്ട് കിടന്ന് ബേജാറായി ജീവിതകാലം മുഴുവൻ കാശയച്ചു കൊടുത്ത് വലിയൊരു മണിമാളിക കിട്ടി അവസാനം അറബി അവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ അതിന് ചുണ്ണാമ്പടിക്കാൻ പോലും പെയിന്റ് അടിക്കാൻ പോലും കാശില്ലാതെ ഇടകേറാകുന്ന വീടുകളിൽ ചാവക്കാട് പരിസരത്തൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് അല്ലേ? പെയിന്റ് അടിക്കാൻ കാശില്ലാതെ ഇടകേറാകുന്ന ആളുകളില്ലേ? എന്തേ പറ്റിപ്പോയത്? പെരുമ നടിക്കാൻ, പൊങ്ങച്ചം കാണിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി. ഞാൻ വേഗം ഇങ്ങനെ ഉപഭോഗ സംസ്കാരം എന്നാണ് പുതിയ ഭാഷയിൽ പറയാം. കൺസ്യൂമറിസം എന്ന് പറയും ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ഉപഭോഗ സംസ്കാരം എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നതായി വേറൊന്ന് പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് നിങ്ങൾ അസലായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറുതായി വീട്ടിലൊന്ന് മയങ്ങുന്നു. ആ സമയത്ത് വീട്ടിലെ കോളിംഗ് ബെല്ല് അടിക്കുന്നു. കഥകൾ തുറന്ന് നിങ്ങൾ നോക്കുമ്പോ കയ്യൊക്കെ ഇട്ടിട്ട് ഫുഡ് ഷർട്ടൊക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് സ്റ്റേജിൽ കയ്യിലൊരു ബാഗ് പിടിച്ചിട്ട് ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ആള് വരാറില്ലേ? വരാറുണ്ട്. ആ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം പറഞ്ഞതോടുകൂടെ കയ്യും കാലും തളർന്നു. മാഡം അല്ലേ? നടാതെ വിളിക്കുകയാണ് മാഡം ഒരാള്. അതോടുകൂടെ നമ്മൾ ഫ്ലാറ്റായി. വരൂ ഇരിക്കൂ പറഞ്ഞു. ഇരിക്കൂ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, സർ മാഡം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? കോഴിമുട്ട ഗ്ലാസ്സിലൊഴിച്ച് സ്പൂണ് കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടല്ലേ ആംലെറ്റ് ഉണ്ടാക്കിയത്? അതൊക്കെ പഴയ ഓൾഡ് സ്റ്റൈലല്ലേ? പുതിയൊരു സാധനം ഉണ്ട്. ഒരു സ്പ്രിങ്ങും ഒരു ബട്ടനും, 2 പ്രസ് ചെയ്താൽ ഓക്കെ. പൊന്നുമാനെ അതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പുതിയ മോഡലിലേക്ക് മാറുമോ? നിങ്ങൾ പണ്ട് സാരി, ഇപ്പൊ നിങ്ങൾ ചുരിദാറായില്ലേ? പണ്ട് നിങ്ങൾ ഇങ്ങനെയല്ലേ, ഇപ്പൊ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് മേഡം മേഡം എന്നൊരു 4 വിളി വിളിച്ചപ്പോ പിന്നെ ഈ താത്ത പറഞ്ഞു വേണ്ട മോനെ വേണ്ട. അവസാനത്തെ നമ്പർ അവൻ എടുത്തു. അപ്പുറത്തെ ചേച്ചിയും വാങ്ങിയിട്ടുണ്ട്, ഇപ്പുറത്തെ ആന്റിയും വാങ്ങിയിട്ടുണ്ട്. ഓള് വാങ്ങിച്ചോ? എന്നാ എനിക്ക് 2 എടുക്കുക. അവള് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 എടുക്കുക. ഈ 2 എടുക്കാൻ പറയാനുള്ള പ്രേരണം എന്താ? നിങ്ങൾക്കത് ആവശ്യമുണ്ടായിട്ടല്ല, നിങ്ങൾക്കത് അത്യാവശ്യമല്ല, ആവശ്യമല്ല, അനാവശ്യമാണ് യഥാർത്ഥത്തിലത്. കാലങ്ങളായിട്ട് മുട്ട ഒഴിച്ച് അതിനകത്ത് ഉള്ളി മുളകിട്ടിട്ട് സ്പൂണോട് കണ്ടി കറക്കം കറക്കി ചിരിച്ചട്ടിയിലേക്ക് ഒഴിച്ച ആംലെറ്റായി. ഈ പുതിയ സാധനം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ സ്പ്രിങ് തെറിച്ചു പോയിട്ട് മുട്ട അപ്പുറത്ത് പോയി അടി പുറത്തും കിട്ടുന്ന ഒരവസ്ഥ വേണ്ട. വേണോ? എന്തിനീ വയ്യാവേണ്ടി? ഞാനത് വേണമെന്ന് തീരുമാനിക്കാൻ അവസാനമുള്ള ഘടകം ഇതായിരുന്നു. ഹസരത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ജീവിച്ച പാരമ്പര്യമുള്ള, രാജകീയ കുടുംബത്തിൽ ജീവിച്ച പാരമ്പര്യമുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതോടുകൂടി ഏറ്റവും മിനിമത്തിൽ ജീവിക്കാൻ തന്റെ ഭാര്യയെയും മക്കളെയും താല്പര്യപ്പെടുത്തുകയാണ്. ഉണ്ടുസഖി ഒരു കുലമുന്തിരി വാങ്ങിയിടുവാനായി 4 കയ്യിൽ കേട്ടിട്ടില്ലേ? മുന്തിരി തിന്നാൻ ആശണ്ടായിട്ട് കാശ് എടുത്ത് വാങ്ങിയ കഥയൊക്കെ ഉണ്ട്. വല്ലാത്ത കഥയാണ്. ആ ഉമർ ഇബ്നു
അബ്ദുൽ അസീസിന്റെ മകൻ 1000 ദിർഹമിന്റെ മോതിരം അണിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വർത്തമാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ചെവിയിലെത്തി. അദ്ദേഹം തന്റെ മകന് കത്തെഴുതി, പൊന്നുപോലെ ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ കുട്ടി ചെയ്യേണ്ടത് ആ മോതിരം വിറ്റുകൊണ്ട് 1000 പാവങ്ങളെ നീ ഊട്ടണം. എന്നിട്ട് ഇരുപ്പിന്റെ ഒരു മോതിരം എന്റെ കുട്ടി കയ്യിൽ വാങ്ങി അണിയണം. എന്നിട്ട് ആ മോതിരത്തിൽ എന്റെ മോൻ എഴുതി വെക്കേണ്ടതുണ്ട്, റഹിമല്ലാഹു ഇംറഅൻ മൻ അറഫ ഖദറ നഫ്സഹു, റഹിമല്ലാഹു ഇംറഅൻ മൻ അറഫ ഖദറ നഫ്സഹു. ആരൊരുവൻ സ്വന്തം നില മനസ്സിലാക്കിയോ, സ്വന്തം നിലയും വിലയും മനസ്സിലാക്കിയോ, അവനിൽ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. നീ എത്ര രൂപയുടെ മോതിരം ധരിക്കണം, നീ എത്ര രൂപയുടെ മൊബൈൽ ഉപയോഗിക്കണം, നീ എത്ര രൂപയുടെ കാറ് നിനക്കാവാം, എത്ര സ്ക്വയർ ഫീറ്റ് വീട് നിനക്കാകാം, നിന്റെ സാമ്പത്തിക നില വെച്ചുകൊണ്ട് ജീവിക്കാൻ നീ പഠിക്കേണ്ടതുണ്ട്, നിന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൈസ കൈകാര്യം ചെയ്യുന്നിടത്ത് അതുപോലുള്ള സംഗതികളിലൊക്കെ വളരെ കണിശമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കമ്മ്യൂണിസം ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, ഇസ്ലാമുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ആരാണോ ഇതിനെ നിർമ്മിച്ചത് അയാളാണ് നമ്മൾ എങ്ങനെയാണ് പൈസ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് പറയാം. ഒരു പശുവുണ്ട്, ആ പശുവിനെ കെട്ടിയിട്ടിരിക്കുക തെങ്ങിനോട് ചേർത്ത്, ഒരു തെങ്ങിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കണം. അതിനെ വെട്ടി വരാൻ പോകാൻ കഴിയില്ല. വേറെ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നു, അല്പം നീളമുള്ളൊരു കയറ്, അതിന് ഒരു ലിമിറ്റ് വരെ പോകാം, ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ വരെ ആ പശുവിന് മേയാൻ പോകാം. വേറൊരു പശുവുണ്ട്, ആ പശുവിന് ഒരു കെട്ടിയിട്ടിട്ടില്ല, അഴിച്ചു വിട്ടിരിക്കുകയാണ്. എവിടേക്ക് വേണമെങ്കിലും പോകാം, ആരുടെ തൊടിയിലും പോയി മേയാം, ആയത് വേണമെങ്കിലും കടന്നാക്രമിച്ച് തിന്നാം. അതിനെല്ലാം അവസരം നൽകപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ ഒരു പശു. ഇതിലാദ്യം പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ. കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് നിനക്ക് സമ്പാദിക്കാൻ അവകാശമില്ല. നീ എന്ത് സമ്പാദിച്ചാലും ഗോ ടു സ്റ്റേറ്റ്, അത് സ്റ്റേറ്റിൻ്റെതാണ്, രാജ്യത്തിൻ്റെതാണ് ഉടമാവകാശം. നിനക്ക് വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ഉടമാവകാശമില്ല, സ്വന്തമായിട്ട് ഇതാക്കാൻ കഴിയില്ല. അത് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി. രണ്ടാമത് ഇസ്ലാം നോക്കുക. ഇസ്ലാം നിങ്ങൾക്ക് സമ്പാദിക്കാം, പക്ഷെ ഇതെല്ലാം അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ്. പലിശ വാങ്ങാൻ പറ്റൂല, കൈക്കൂലി വാങ്ങാൻ പറ്റൂല, തട്ടിപ്പ് പറ്റൂല, ലോട്ടറി പറ്റൂല, വെട്ടിപ്പ് പറ്റൂല, അങ്ങനെയുള്ള പലതും പറ്റൂല. സമ്പാദിച്ചാൽ തന്നെ ഇതിന്റെ അപ്പുറം നിന്റെ കയ്യിൽ വെക്കാൻ പാടില്ല. 1 ലക്ഷം നിക്ഷേപം ബാക്കിയുണ്ടെങ്കിൽ അതിലെ 2500 നിന്റെതല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായ ചില വിധിവിലക്കുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സമ്പാദ്യ രീതി. മൂന്നാമത് മുതലാളിത്തം നോക്കുക. ആരുടെ ആണെങ്കിലും വേണ്ടില്ല, എവന്റെ ആണെങ്കിലും വേണ്ടില്ല, അത് എങ്ങനെ സമ്പാദിച്ചാലും വേണ്ടില്ല, അത് ആർക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും ശരി, പ്രശ്നമല്ല. അല്ലേ? ഞങ്ങളുടെ പാലക്കാട്ടിലാണ് പ്ലാൻസ് പടയുള്ളത്. സാറ്റലൈറ്റ് പിക്ചർ എടുത്ത് നോക്കി, മഞ്ഞുത്തരങ്ങളോളം ജനങ്ങൾക്ക് കുടിക്കാനുള്ള മിനറൽ സഫിഷ്യന്റ് ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു ഉറവ ഒരു കപ്പ് ഷേപ്പ്ഡ് റോക്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഒരു പറ്റം പാവങ്ങൾക്ക് വേണ്ടി. അത് മുഴുവൻ അവന്മാർ വന്ന് 1200ഓളം ബോർവെല്ലിട്ടിട്ട് മുഴുവൻ ഊറ്റിയെടുത്തു. അത് മുഴുവൻ ഊറ്റിയെടുത്ത് പകരം മനുഷ്യരുടെ പല്ലിനെയും വെല്ലിനെയും ഒക്കെ നശിപ്പിക്കുന്ന മാരകമായിട്ടുള്ള പാനീയം അവരുണ്ടാക്കി. എന്നിട്ട് അതിന്റെ ദുരന്തങ്ങളൊക്കെ ആ ജനങ്ങൾക്ക് സമ്മാനിച്ച് ആ കാശ് മുഴുവൻ അടിച്ചു മാറ്റി ഇവിടുന്ന് കൊണ്ടുപോയി. സമ്പത്ത് സമ്പാദിക്കുന്നിടത്ത് ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു, മാനവർക്ക് എന്ത് സംഭവിക്കുന്നു വിഷയമല്ല. അതാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയേ സമ്പാദിക്കാവൂ, ഇങ്ങനെയേ ചെലവഴിക്കാവൂ. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും ഇങ്ങനെയാ. അതുകൊണ്ടാണ് 1076 നാടുകൾ ഉണ്ടായിരുന്ന കമ്മ്യൂണിസം ഇന്ന് പേരിന് പോലും എവിടെയും ഇല്ലാതാകാൻ കാരണം അത് മനുഷ്യപ്രകൃതിക്ക് വലുതാണ്. ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ ഒരു ഡോള് കൊടുത്തു, ഒരു പാവ കൊടുത്തു, ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയ ആ കുട്ടി അത് എടുത്ത് നെഞ്ഞോട് ചേർത്ത് വെക്കും. രണ്ടാമത് ആ കുട്ടിയോട് ചോദിച്ചാൽ മോനെ ഇങ്ങോട്ട് കൊണ്ടായി വെച്ചാൽ അവൻ തരൂല പറഞ്ഞിട്ട് നെഞ്ഞോട് ചേർത്ത് വെക്കും. അതിന് മുതലാളിത്തം എന്നാണോ പറയാ? എന്റേതാണ് എന്ന് പറഞ്ഞാൽ കുട്ടി വാങ്ങി വെക്കുന്നതിന് മുതലാളിത്തം എന്നാണോ പറയാ? അതിന് മനുഷ്യപ്രകൃതി എന്നാണ് പറയാ. മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സാമ്പത്തിക സിദ്ധാന്തം ഇവിടെ നട്ടുപിടിപ്പിച്ചാൽ നടക്കില്ല. ഇന്ന് ലോകത്ത് പല നാടുകളിലും പർദ്ദ ധരിക്കാൻ പാടില്ല, പല പാശ്ചാത്യ നാടുകളിലും.
മിനാരം വെക്കാൻ പാടില്ല, ബാങ്ക് കൊടുക്കാൻ പാടില്ല. പക്ഷെ ആ നാടുകൾ പോലും പറയുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ വേണമെന്നാണ്, ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥ വേണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് പടച്ച തമ്പുരാന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ധൂർത്ത് പാടില്ല, ദുർവ്യയവും പാടില്ല. നമുക്ക് ലഭ്യമാകുന്നതിനെ ഒരു ചിട്ടയോടുകൂടി നമ്മുടെ കുടുംബ ബജറ്റ്, കുടുംബത്തിന്റെ വരവും ചെലവും കണക്കാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നാം എത്തിപ്പെടുന്നത് കടത്തിലേക്കായിരിക്കും. കടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദൈൻ ഇന്നഹു ഹമ്മും ഫില്ലൈലി മദല്ലത്തും ഫിന്നഹാർ. കടം നിങ്ങളുടെ രാത്രി നിങ്ങളുടെ ഉറക്കം കെടുത്തും, പകൽ നിങ്ങളുടെ മാനം കെടുത്തും. ഉറക്കമില്ലാത്ത രാത്രികളും മാനക്കെട്ട പകലുകളും നാണം കെട്ട പകലുകളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് കടം. നമ്മുടെ വീടുകളിലൊക്കെ എഴുതി വെക്കുന്ന ഹദീസാണത്. ഇയ്യാകും വദ്ദൈൻ, കടം നിങ്ങൾ സൂക്ഷിക്കുക. ഹമ്മും ഫില്ലൈലി മദല്ലത്തും ഫിന്നഹാർ. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരൊക്കെ ഇവിടെ വരാറുണ്ടോ? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആഴ്ചക്കാഴ്ചക്ക് സാധനം കൊണ്ടുവരുന്ന കച്ചവടക്കാര് ഉണ്ടെന്നോ ഇല്ലാന്നോ? തല എങ്ങനെയാട്ടിട്ട് ഇങ്ങനെയാട്ടുന്നത് എനിക്കത് മനസ്സിലായില്ല. ഇവിടുത്തെ തലയാട്ടെല്ലാം ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ എന്ന് എനിക്കറിയില്ല. ചൊവ്വാഴ്ച വരും, വ്യാഴാഴ്ച വരും. ഒരു ചൊവ്വാഴ്ചക്കാരൻ മാക്സി ആയിട്ട് വരും. മാക്സി അല്ലേ പറയുന്നത്? മാക്സി, നൈറ്റി, നൈറ്റി എന്നല്ലേ പറയുക. ആ സാധനമായിട്ട് വരും. വരുമ്പോ നിങ്ങളോട് എന്ത് പറയുന്നു? പൊന്നുമോനെ ഇവിടെയുള്ളതുണ്ട്, ഉള്ള തന്നെ തിരുമ്പാൻ നേരമില്ല, അല്ലെ അടക്കാൻ നേരമില്ല. പിന്നെ അക്കം ഇവിടെ എനിക്ക് വാങ്ങി വേണ്ടെന്നൊക്കെ പറഞ്ഞു. വേണ്ട പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, മേഡം ഇത് പുതിയ മോഡലാണ് പറഞ്ഞു. എന്താ പുതിയ മോഡൽ? സൺഡേ മൺഡേ. തൽക്കാലം അത്യാവശ്യം തിരിച്ചിട്ടാലും കുഴപ്പമില്ല. ആ അർത്ഥത്തിലുള്ള പുതിയ മോഡലാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ആൻറ്റി വാങ്ങി, ഈ താത്ത വാങ്ങി പറഞ്ഞപ്പോൾ സാധനം വാങ്ങി 6 മാക്സി ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ 10 മാക്സി ഉണ്ട്. 12ാമത്തെ ഒന്ന് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. എന്തിനു വേണ്ടി? പുതിയ മോഡലാണ്, മറ്റേ താത്തയുണ്ട്, ഞാൻ മോശമാക്കാൻ പാടില്ല, ഞാനും നിങ്ങളും വാങ്ങി വെച്ചു. അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ ആൾ വരും, പൈസ ഇൻസ്റ്റാൾമെന്റുകാരൻ ചൊവ്വാഴ്ച വരും. വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയാൾക്ക് പൈസ കൊടുക്കണം. തിങ്കളാഴ്ച രാത്രി പറച്ചോനെ പകൽ നാളെ വരുമല്ലോ, എങ്ങനെ പൈസ കൊടുക്കുക? തിങ്കളാഴ്ച രാത്രി ഉറക്കല്ല. ഈ മാക്സിൽ അങ്ങോട്ട് പോയിട്ട് ഫ്രിഡ്ജ് എടുത്തോളൂ, വാഷിംഗ് മെഷീൻ എടുത്തോളൂ, AC എടുത്തോളൂ, TV എടുത്തോളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ സാധനം വെറും ഒരു കടലാസിൽ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, സാധനം ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങൾ ചെയ്യേണ്ടത് 10 ചെക്ക് ലീഫ് ഒപ്പിട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ ചെക്ക് ലീഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു, കാശില്ല. രണ്ടാമത്തെ ചെക്ക് ലീഫ് സബ്മിറ്റ് ചെയ്യുന്നു, പൈസ അക്കൗണ്ടിലില്ല, ചെക്ക് ഡിസോണറായി തിരിച്ചു വരുന്നു. പിന്നെ ഫ്രിഡ്ജിലെ വെള്ളത്തിന് തണുപ്പുണ്ടാവുക ഇല്ല, ഉറക്കമില്ലാത്ത രാത്രി. പിന്നെ അവര് വന്നിട്ട് ജപ്തിയും നോട്ടീസും ഒക്കെ ആയിട്ട് വരുമ്പോ മാനം കെട്ട നാണം കെട്ട പകലുകളും. ഇതിനേക്കാൾ അപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പറഞ്ഞു തരുന്നത് നമുക്ക്? അപ്പൊ നമ്മുടെ കുടുംബത്തിൽ എന്ത് വേണം, എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ നമ്മൾ ആർക്കെല്ലാമോ വേണ്ടി നമുക്ക് ചിട്ടപ്പെടുത്തുമ്പോൾ അതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചു. റസൂൽ ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ? കടമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. റസൂൽ പറഞ്ഞു, ഞാൻ മയ്യത്ത് നിസ്കരിക്കില്ല. ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഈ മയ്യത്ത്, കടമുള്ള മയ്യത്ത് നാളെ അവിടെ പോയാൽ അക്കല മാനഹാദ, എന്റെ സമ്പത്ത് അന്യായമായി തന്നിരിക്കുന്നു, ഈ മനുഷ്യൻ എന്റെ പൈസ വാങ്ങിയിട്ട് തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയാൻ ആള് വരുമ്പോൾ എന്റെ നമസ്കാരം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇയാളെ കൊണ്ട് എത്തിപ്പെടില്ല. ആയതുകൊണ്ട് ആ മയ്യത്തിന്റെ കടം ഏറ്റെടുത്തുകൊണ്ടല്ലാതെ ഒരു മയ്യത്തും കബറടക്കാറില്ല. എന്റെ സഹോദരിമാർക്ക് അറിയോ എന്നറിയില്ല, പുരുഷന്മാരോട് ചോദിച്ചാൽ അറിയാം. പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് അവിടെ വെച്ചുകൊണ്ട് ഈ മയ്യത്തിന്റെ ഉടമക്കാൻ, അതിന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന ആള്, ആ അനുജനാകട്ടെ, അല്ലെങ്കിൽ പിതാവായ മകനാകട്ടെ, അല്ലെങ്കിൽ മൂത്ത മകനാകട്ടെ, ആരെങ്കിലും ഒരാൾ പറയും, ഇതാ എന്റെ വാപ്പ മരണപ്പെട്ടിരിക്കുന്നു, വാപ്പയുടെ ഇത്രയും രൂപ ബാധ്യതയുണ്ട്, എന്ത് ബാധ്യത ഉണ്ടെങ്കിലും ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ആ മയ്യത്ത് അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ കടവുമായിട്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ മനുഷ്യന്മാരുമായിട്ടുള്ള ബാധ്യത തീർക്കാതെ പടച്ചോൻ അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള ബാധ്യതയുണ്ട്, മനുഷ്യനോടുള്ള ബാധ്യതയുണ്ട്. ഒരാള് നിസ്കരിക്കാനുണ്ട്, കുറച്ച് നോമ്പ് വെക്കാനുണ്ട്. ഈ നിസ്കാരവും നോമ്പ് ആർക്കുള്ള കടമാണ്? മനുഷ്യർക്കുള്ള കടമാണോ, പടച്ചോൻക്കുള്ള കടമാണോ? ഇത് പറയാതെ ഞാൻ പറയില്ല.
പടച്ചവനുകളെ കടം അല്ലേ? ഒരാളെ ഈ മരിച്ച ആള് 4 ലക്ഷം രൂപ കൊടുക്കാണ്ട് ആ പടച്ചവനുകളെ കടം മനുഷ്യനുള്ള കടം. അള്ളാഹു യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത്? നിങ്ങളുടെ കടം നിങ്ങൾ കൊട്ടേഷനെ വിട്ടിട്ടോ ബാങ്കിനെ വിട്ടിട്ടോ പോലീസിനെ വിട്ടിട്ടോ നിങ്ങൾ വാങ്ങിക്കുന്നു. എന്റെ കടം തീർക്കാണ്ട് മയ്യത്തോട് തീർക്കാൻ പാടില്ല. അള്ളാന്റെ കടയതാ നിസ്കാരവും നോക്കും. എനിക്ക് തരാനുള്ള നിസ്കാരവും നോക്കും ആരെങ്കിലും ഏറ്റെടുക്കാതെ കണ്ട് ഈ മയ്യത്തോട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? ഒരു വാപ്പ മരിച്ചിട്ട് 3 കൊല്ലം നിസ്കരിച്ചിട്ടില്ല, 4 കൊല്ലം നോമ്പ് നോക്കിയിട്ടില്ല. ആരെ ഏറ്റെടുക്കണം? മകനെ ഏറ്റെടുക്കണം. എന്റെ വാപ്പന്നെ അല്ല പറഞ്ഞു. അല്ലെങ്കിൽ വടിയെടുത്തിട്ട് വാപ്പാനെ നിസ്കരിപ്പിക്കും. കാരണം എന്താ? പക്ഷെ നിങ്ങൾ വെച്ചാലേ ഞാൻ നിസ്കരിക്കണം. നിങ്ങൾ മര്യാദ നിസ്കരിച്ചോളൂ. അല്ല പറഞ്ഞത് എന്റെ കടം ഞാനും എന്റെ അടിമയും തമ്മിൽ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങളുടെ കടമുണ്ടല്ലോ അത് ഏറ്റെടുത്തിട്ട് വിട്ടാൽ മതി. അങ്ങനെ ഒരു അബ്ദുൽ ഖാദർ ഹാജി മരിച്ചു. അബ്ദുൽ ഖാദർ ഹാജി മരിച്ചപ്പോ മകൻ അബ്ദുറഹ്മാൻ വന്ന് പറഞ്ഞു, എന്റെ വാപ്പ അബ്ദുൽ ഖാദർ ഹാജി വെച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വല്ല കടവും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അബ്ദുറഹ്മാൻ ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ സെഫിന്റെ ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ തരാതെ തഥാ തർക്കടിക്കുന്നു. അബ്ദുറഹ്മാൻ തന്നിട്ടില്ല. എന്നിട്ട് വാപ്പാന്റെ ഇങ്ങനത്തെ കുറെ മക്കളുടെ പ്രതീക്ഷിച്ച് കടവുണ്ടാക്കി പോയാൽ വല്ല രക്ഷയുണ്ടോ? ഉണ്ടോ? ഇല്ല. ആയതുകൊണ്ട് നമ്മൾ ദുനിയാവിനെ ആഖിറത്തിനെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഈ ദുനിയാവിനെ ഈ ദുനിയാവിന് ഈ ഐഹികമായ ലോകത്തിന്റെ നശ്വരമായ വിഭവം മാത്രമാണ്. ഈ മാനേജ്മെന്റ് ട്രെയിനിങ് ക്ലാസ്സിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. എനിക്ക് എന്ന് പറയുന്ന സ്വാർത്ഥതയും മറ്റുള്ളവർക്ക് എന്ന് പറയുന്ന ഷെയറിങ്ങും, ഇത് രണ്ടും മനസ്സിലാക്കാൻ നിങ്ങളൊരു ഇത് ചെയ്യാറുണ്ട്. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഒരു ബലൂൺ ഞാൻ തരികയാണ്. ഇപ്പൊ സങ്കല്പിച്ചാൽ മതി, നമുക്കിവിടെ നേരമില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ബലൂൺ ഒരു സ്കെച്ച് പേനയും ഞാൻ തന്നു. എന്നിട്ട് നിങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബലൂണിൽ നിങ്ങളുടെ പേരെഴുതണം. ആ സ്കെച്ച് പേന കൊണ്ട് നിങ്ങളുടെ പേരെഴുതണം. എന്നിട്ട് ആ ബലൂൺ മുഴുവൻ നമ്മൾ ഇവിടെ ഈ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നു. ഈ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് മത്സരം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേരെഴുതിയ ബലൂണ് നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് വരണം. ആർക്കാണോ ആദ്യം അവരുടെ പേരെഴുതിയ ബലൂൺ കിട്ടുന്നത് അവന് ഫസ്റ്റ്. ഇത്ര ആളും കൂടെ നിങ്ങളുടെ പേരെഴുതിയ ബലൂണ് തപ്പിയിട്ട് അവിടെ പോയാ എന്റെ ബലൂണ് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റവന്റെ ബലൂൺ കാണുകയാണ്. ഞാൻ ചവിട്ടി പൊട്ടിക്കുകയാണ്, മറ്റവന് കിട്ടാനില്ല. അങ്ങനെ ആകെ കൂടെ അവിടെ ചടപെടാതൊരു ശബ്ദമാണ്. ആർക്കും ബലൂൺ കിട്ടില്ല. എല്ലാവരും വെറുതെയോടെ വരുന്നു. കാരണം എനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടരുത്, മറ്റവന് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടണമെന്ന മത്സരബുദ്ധി ഒരാൾക്കും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നു. രണ്ടാമത് വീണ്ടും ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ ബലൂൺ തരുന്നു. ആ ബലൂണിൽ നിങ്ങളുടെ പേരെഴുതാൻ പറയുന്നു. എന്നിട്ട് ഇതേപോലെ നിങ്ങളിൽ നിന്ന് വാങ്ങി ഞാനത് റൂമിൽ കൊണ്ടേ വെക്കുന്നു. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ബലൂണ് അത് ആരുടേതാണോ അയാളുടെ പേര് വിളിച്ചു കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ ചെല്ലുന്നു, ബലൂൺ കയ്യിൽ കിട്ടുന്നു. റഫീഖ്, റഹീമ്, സാബിറ, അല്ലേ നസീറ വിളിച്ച് വേഗം കൊടുക്കുന്നു. ആകെ 5 മിനിറ്റ് കൊണ്ട് എല്ലാവരുടെ കയ്യിലും അവരുടെ ബലൂൺ കിട്ടി. ഒരു പ്രശ്നമില്ല, ഒരു ടെൻഷനും ഇല്ല. നോമ്പിൽ നമ്മൾ പഠിച്ചത് ഈ പറഞ്ഞതാണ്. സ്വാർത്ഥതയില്ല, എനിക്ക് പറഞ്ഞ് എടുത്തു വെക്കുന്നില്ല. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്നാണ് മറ്റുള്ളവരെ വിളിച്ചു കൊടുത്തത്. ഇതാ കൊടുക്കണം, ഇത് നിന്റെ അവകാശമാണ്, ഇത് എന്റെതല്ല. ഇതിലെ 1,02,500 എന്റെതല്ല. 10 പവന് മേലെ എന്റെ കയ്യിലുള്ള 25 പവനുണ്ടെങ്കിൽ ആ 25 പവന് ഇത്ര 1000 രൂപ എന്റെതല്ല, നിന്റെതാണ്. എന്താ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ ആളുകളാണ് നമ്മളിങ്ങനെ സമ്പത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചുരുളാൻ പാടുണ്ടോ? നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എടുത്തിരിക്കുന്നതല്ല. മാനേജ്മെന്റ് MBA കഴിഞ്ഞ കുറേ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ പ്രിൻസിപ്പള് അവരുടെ അലുമിനി പഴയ കുട്ടികളുടെ ഒരു മീറ്റിംഗ് നടത്തി. അവിടെ നിന്ന് ജയിച്ചു പോയ ആളുകൾ
പണ്ട് ജയിച്ചു പോയ ആളുകളെയൊക്കെ അവർ വിളിച്ചു, എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് മാനേജർ അവരുടെ പ്രിൻസിപ്പൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? അപ്പോൾ ആ പഴയ കുട്ടികളൊക്കെ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളൊക്കെ അവർ വന്ന്, സാർ ഇപ്പം ഞാനൊരു കമ്പനിയുടെ MD ആണ്, വേറെ ആളുകൾ സാർ ഞാനിപ്പോൾ കമ്പനിയുടെ GM ആണ്, ഞാൻ വേറെ കമ്പനിയുടെ CEO ആണ്. അങ്ങനെ എല്ലാവരും ഹൈഫൈ ആയിട്ട് നല്ല പൊസിഷനിൽ എത്തിയിരിക്കുന്നു. എങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി? അൽഹംദുലില്ലാഹ് വി ആർ ഡൂയിങ് വെൽ, ഞങ്ങൾ വളരെ ഉഷാറാണ്. ഇത്ര CR മുതൽ അവിടെയുണ്ട്, ഇത്ര ക്രോറിന്റെ ആസറ്റ് ഇവിടെയുണ്ട്, അവിടുത്തെ വലിയ ഫ്ലാറ്റ് എന്റേതാണ്, ഇതാണ് ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ പ്രിൻസിപ്പൾ ചോദിച്ചു, അല്ല മക്കളെ, പണ്ട് നിങ്ങൾ എൻ്റെ ക്ലാസ്സിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ആർജിക്കണമെന്നൊരു വല്ലാത്ത ഒരു ഉദ്വേഗം, ഒരു ഉത്സാഹം എല്ലാം നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെല്ലാം ആർജിച്ചു എന്ന് പറയുന്നു, പക്ഷെ നിങ്ങളുടെ മുഖത്തൊന്നും ഒരു പ്രസന്നതയും കാണാനില്ല, ഒരു സന്തോഷവുമില്ലല്ലോ കാണാൻ. എന്ത് പറ്റി നിങ്ങൾക്ക്? അവർ പറഞ്ഞു, സർ സംതിങ്. എന്താ ഞങ്ങൾക്ക് പറ്റിയെന്ന് അറിയില്ല സർ, ഞങ്ങൾക്ക് ഇനിയും എന്തോ കിട്ടാത്തതുണ്ട്, ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ സർ പറഞ്ഞു, come on, let us have a tea. നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കാം. എന്നിട്ടാകട്ടെ അങ്ങനെ വലിയൊരു ചായയുടെ ജാർ അവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒരു ക്യാൻ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് നിറയെ കപ്പുകൾ, ടീ കപ്പുകൾ നിറയെ കുടിച്ചു. അതില് നമ്മുടെ ചായ മക്കാനിയിലുള്ള ആ കുപ്പി ഗ്ലാസ്സിൽ, ആ ഗ്ലാസ് മുതൽ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നത്, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നത്, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നത്, അങ്ങനെ വൈവിധ്യമായ കാണാൻ ഭംഗിയുള്ള നല്ല ചേരി ചുറുക്കുമുള്ള ചന്തമുള്ള ഒരുപാട് ഗ്ലാസുകൾ, കപ്പുകൾ അവിടെ നിരത്തി വെച്ചു. എന്നിട്ട് സർ പറഞ്ഞു, സർ യുവേഴ്സൺ, നിങ്ങൾ തന്നെ എടുത്തോളൂ നിങ്ങളുടെ ചായ. അങ്ങനെ ഓരോരുത്തരും പോയി കപ്പെടുത്തു, ചായ എടുത്തു. ചായ എടുത്ത് ചുണ്ടിനോട് അടുപ്പിക്കുമ്പോൾ മറ്റവന്റെ കപ്പിലേക്ക് നോക്കി, അടുത്ത ആളുടെ കപ്പിലേക്ക് നോക്കി. പടച്ചോനെ, ഈ ക്ലാസ് എനിക്ക് കിട്ടിയില്ലല്ലോ, ഇവന് ഈ പഹൻ എങ്ങനെയാണ് കിട്ടിയത്? എന്തായാലും ഭംഗിയുള്ള കപ്പില്ലേ? അപ്പൊ സാർ പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തുക, ഇനി ചായ കുടിക്കാം. ആക്ച്വലി വാട്ട് ഈസ് യുവർ എയിം? യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? കപ്പ് ഓർ ടീ? ചായയാണോ നിങ്ങളുടെ ലക്ഷ്യം, കപ്പാണോ? നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലായിട്ടില്ല. ചായയാണോ ലക്ഷ്യം, കപ്പാണോ? ചായ 3 മിനിറ്റിനകം കുടിച്ചു തീർക്കാനുള്ള ചായ, 3 മിനിറ്റിനകം കൺസ്യൂം ചെയ്യാനുള്ള ചായ, തൽക്കാലം ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പ് മാത്രമാണിത്. ആ കപ്പ് പഴയ ഗ്ലാസ് ആയാലെന്താ, മണ്ണിൻ്റെതായാലെന്താ, ഗ്ലാസിൻ്റെതായാലെന്താ, പേപ്പറിൻ്റെതായാലെന്താ, പ്ലാസ്റ്റിക്കിൻ്റെതായാലെന്താ, അത് കുറെ ചന്തമുള്ളതായ ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കപ്പ് പോകലിട്ട് പോവോ? കപ്പ് വലിച്ചെറിയല്ലേ? ഈ കപ്പ് എന്ന് പറയുന്നത് ആക്സസറീസ് ആണ്. ഈ ദുനിയാവിലെ കാറും വീടും സൗകര്യവും ഇതൊക്കെ ഇവിടുത്തെ ആക്സസറീസ് മാത്രമാണ്. തൽക്കാലം നിങ്ങളുടെ വിഭവങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല. അത് നോക്കിയിട്ട് കണ്ടില്ലേ അവന് കിട്ടിയിരിക്കുന്നത്, കുറച്ചുകൂടി എനിക്കെന്തേത് കാണാതെ പോയി, ഞാനിക്കെന്തേത് കിട്ടാതെ പോയി, എന്തൊരു കഷ്ടമാണ്. ഇവിടെയാണ് ജീവിതത്തിൽ നിർദ്ധാരണ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണം കൂടെ ചേർത്ത് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാഷയിലേക്ക് ഞാൻ ഇറങ്ങി പറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ആരോ അവർക്ക് സുഖമില്ലാതെ മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ വന്ന് കിടന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ അമൃത ആശുപത്രിയിലോ എവിടെ ഒരു ആശുപത്രിയിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തിൽ കൊണ്ടുപോയി കിടത്തി. അപ്പൊ അവര് പറഞ്ഞു, പേഷ്യന്റിന്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റും, ബാക്കിയുള്ളവരെ റൂം എടുത്ത് പുറത്ത് നിൽക്കിക്കൊള്ളാം. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ഉമ്മാനെ അവിടെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പുറത്ത് ഒരു റൂം എടുത്ത് തങ്ങി. ആ ലോഡ്ജിലെ റൂം എടുത്ത് നിങ്ങൾ തങ്ങുന്ന സമയത്ത് ആ ലോഡ്ജിൽ നിങ്ങൾക്ക് പെരുമാറാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ തന്നു. നല്ല പേപ്പറുകൾ തന്നു, ടിഷ്യൂ പേപ്പേഴ്സ് തന്നു, ഗ്ലാസുകൾ തന്നു, ആഷ്ട്രേ തന്നു, അതേമാതിരി പേപ്പർ വെയിറ്റ് തന്നു. അങ്ങനെ പല ഗ്ലാസുകളും പാത്രങ്ങളും ശ്വാസങ്ങളും കപ്പുകളുമായിട്ട് പല സാധനവും നിങ്ങൾക്ക് തന്നു. ഒരാഴ്ച നിങ്ങൾ അതൊക്കെ പെരുമാറി. നമ്മുടെ സ്ത്രീകൾക്ക് ഒരു സ്വഭാവം എല്ലാവരെയും നിങ്ങൾക്ക് അവരുടെ വീട്ടിലെ പാത്രം എവിടേക്ക് കൊണ്ടായാലും തിരിച്ചുകൊണ്ടെന്ന വേഗം അറിയില്ലെങ്കിൽ ഒരു നോമ്പുറപ്പിക്കുന്ന അപ്പുറത്തേക്ക് പാത്രം കൊടുത്തു വിചാരിക്കുക, തിരിച്ച് പാത്രം കൊടുത്ത് പാത്രം മാറിയാൽ അറിയല്ലേ? കുട്ടികളെ മാറിയാൽ ചിലപ്പോൾ അറിയില്ല, പാത്രം മാറിയാൽ നോക്കിയിട്ട് പറയും, നമ്മുടെ പാത്രമല്ല. അങ്ങനെ പൊന്നു മാറി കഴിച്ചിട്ടല്ല.
ഇത് കഴിഞ്ഞു പോയി പ്ലീസ്. ആകെ നമുക്ക് കുറഞ്ഞ സമയമുള്ളത്. അപ്പോ എന്താ പറഞ്ഞു പോയില്ലേ പാത്രം. ഇതേപോലെ ഒരാഴ്ച ഈ ലോഡ്ജിൽ ഇതൊക്കെ പെരുമാറാൻ കൊടുത്തപ്പോ ഈ താത്താക്ക് ഈ പാത്രങ്ങളുമായിട്ട് വല്ലാത്തൊരു ഇന്റിമസി, വല്ലാത്തൊരു അടുപ്പം. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ മുഖത്തേൻ എന്ത് ചെയ്തു എന്നറിയോ? ആ ശ്വാസവും പാത്രവും ഒക്കെ മെല്ലെ ബാഗിലാക്കിയിട്ട് പോയി. ലോഡ്ജിൽ ചെന്ന് ബില്ല് ക്ലിയർ ചെയ്യാം. അപ്പൊ മാനേജർ പറഞ്ഞു, മാഡത്തിന്റെ ബാഗ് അല്പം കനം കാണുന്നു, ഒന്ന് തുറക്കുമ്പോൾ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നായി. ബാഗ് തുറന്നു നോക്കിയപ്പോഴുണ്ട് ഒരാഴ്ച പെരുമാറാൻ കൊടുത്ത, ഒരാഴ്ച ഉപയോഗിക്കാൻ കൊടുത്ത ഗ്ലാസും ടവറയും അതുമാതിരി സോസറും കപ്പും ഒക്കെ ഇസ്ത്രീ കൊണ്ടുപോവുകയാണ്. ഉടനെ മാനേജർ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തൊരു വെട്ടിയാണ്, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതാ, ഒരാഴ്ച പെരുമാറാണ്ടായില്ലേ, നിങ്ങൾ എടുത്തിട്ട് പോകണം. ഇതൊക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചിലരെ കാല് വായു നോക്കുന്നുണ്ട്, കാര്യം മനസ്സിലായില്ല. മനസ്സിലായ നിങ്ങളുടെ ഒരു വെല്ലിമ, ആ വെല്ലിമാരുടെ കാലില് ഒരു മണത്തൂക്കത്തിന്റെ ഒരു സ്വർണത്തിന്റെ ഒരു സാധനമാണ്. മരിക്കണ വരെ തൊടാൻ വെച്ചിട്ടില്ല, പണയം വെക്കാൻ വെച്ചിട്ടില്ല, ഊരി കൊടുക്കാൻ വെച്ചിട്ടില്ല. ഉമ്മക്ക് ഭയങ്കര കാര്യമാണ്. ഉമ്മ പറയുന്നത് എൻ്റെ ചെറുപ്പത്തില് എൻ്റെ ആങ്ങൾ തന്നാണ്, ആര് തന്നാലും ഞാൻ അയച്ചു തരികയില്ല. ഇപ്പൊ വെല്ലിമാര് മയ്യത്തൊളിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഓ വെല്ലിമാർക്ക് ഭയങ്കര സ്നേഹമുള്ള സാധനമാണ്, അത് ഊരട്ടെ, അങ്ങോട്ടേക്കോട്ടെ വിടുവോ? എന്ത് ചെയ്യും? ഊരാൻ കിട്ടില്ല, എന്ത് ചെയ്യും? അല്ലേ? മുറിച്ചിട്ടെങ്കിലും എടുക്കില്ല. കാരണം എന്താ? ഇത് ലോഡ്ജാണ്, ഇത് ലോഡ്ജാണ്. ഈ ലോഡ്ജിൽ ഒന്നും കൊണ്ടാകാൻ പാടില്ല. പാടുവോ? അപ്പൊ മനസ്സിലായ? അപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാകണ്ട. ഇവിടുന്ന് ഒന്നും കൊണ്ടാകാൻ പറ്റില്ല. ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിനെയാണ് നമ്മൾ വല്ലാതെ അപകാലം നിരന്തരമായിട്ട് മെച്ചപ്പെട്ടതും യഥാർത്ഥത്തിൽ പരലോകമാണ്. പരലോകം അല്ലാത്ത ഒന്നും യഥാർത്ഥത്തിൽ അങ്ങനെ മെച്ചപ്പെട്ടതല്ല, അവശേഷിക്കുന്നതല്ല. അവശേഷിക്കുന്നതായ പരലോകത്തെ അവിടെ വെച്ചുകൊണ്ട് നശ്വരമായ ഈ ലോകത്തെ വല്ലാതെ സ്നേഹിക്കുമ്പോൾ, അതിനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വസ്ഥതയായിരിക്കും, സമാധാനമായിരിക്കും. അത് പറയുമ്പോൾ ഈ ദുനിയാവൊന്നും ആഗ്രഹിക്കേണ്ടെന്നല്ല, ദുനിയാവിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കണമെന്നാ തോന്നണം. ഈ ചങ്ങായി മരിക്കത്തില്ല, അമ്മാതിരി പണിയെടുക്കണം. എന്ന പരലോകത്തിന് വേണ്ടി പിന്നെ പണിയെടുക്കണം. കാര്യമൊക്കെ തപോന്നും അതാ നാളെ തന്നെ മരിക്കുമെന്നുള്ള കാര്യങ്ങൾ പണിയെടുക്കണം. ഈ ഒരു മനോഹരമായ സമന്വയമാണ് ദുനിയാവിനെയും ആഖിറത്തിനെയും. ഇതിനെ രണ്ടിനെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിൽ നാളെ പരലോകത്തേക്ക് വേണ്ടിയാണ് ചില ഡെപ്പോസിറ്റുകളൊക്കെ നമ്മൾ ചെയ്യണം. നാളേക്ക് വേണ്ടി പലിശരഹിത ബാങ്കുകളുണ്ട് അല്ലേ? ഞാനിപ്പോൾ ബുക്ക്ലെറ്റ് വായിച്ചപ്പോൾ പലിശരഹിത ബാങ്കുകളുണ്ട്. ഇവിടെ പലിശയില്ലാതെ പാവപ്പെട്ടവന് കടം കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെയുള്ള ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ പട്ടിയും പന്നിയും പൂച്ചയും പഴുതാരയും പാമ്പും ഒക്കെ ചത്തുപോണ പോലെ ചാകാനുള്ളവരല്ല. ഫിഡൽ കാസ്ട്രോ പറഞ്ഞു, അടയാളം ഏർപ്പെടുത്തിയവൻ മനുഷ്യൻ, അടയാളം ഏർപ്പെടുത്താതെ മരിച്ചു പോണവൻ മനുഷ്യൻ, അടയാളം ഏർപ്പെടുത്തുന്നവനാണ് മഹാമനുഷ്യൻ. നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഫുട് പ്രിന്റ്സ് ഇവിടെ അവശേഷിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ചില അടയാളപ്പെടുത്തലുകൾ ഇവിടെ അവശേഷിച്ചാൽ നിങ്ങൾ വലിയ മനുഷ്യനാണ്. അല്ല പറഞ്ഞാൽ എത്രയോ പട്ടിയും പതിയും ഒക്കെ അതുപോലെ ഒരു മൃഗമായിട്ട് നമ്മൾ മരിക്കുന്നു. നമ്മൾ അങ്ങനെയല്ല മരിക്കേണ്ടത്. ഇവിടെ മരണപ്പെട്ട ചില ആളുകളെയൊക്കെ അതിനനുസരിക്കുന്നു. അവരൊക്കെ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളോട് ഓർമ്മിക്കപ്പെടുന്നു. നമുക്ക് ഇൻഷാല്ലാ ചിലതൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം ഇവിടുന്ന് വെച്ച് പോകാൻ. ആ അർത്ഥത്തിൽ ചിലത് ചെയ്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഒരു കഥ കൂടെ പറയാം. ഒരു പ്രാവ്, ഒരു പൂച്ചയും. പൂച്ചയുടെയും പ്രാവിനെയും കഥ. ഒരു പൂച്ചയ്ക്ക് പ്രാവിനെ പിടിക്കാൻ പോകുമ്പോൾ പ്രാവ് പറഞ്ഞു പോകും. പ്രാവിനെ കിട്ടില്ല. പൂച്ച എല്ലാ ശ്രമവും നടത്തി.
സെന്റൻസുകൾ പഠിച്ചു. നോക്കിയപ്പോ പ്രാവ് ഈ പയറ്, പരിപ്പ്, നെല്ല്, ഗോതമ്പ് ഇതൊക്കെയാ തിന്നിട്ടുള്ളൂ. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഒന്നും നമ്മുടെ പ്രാവ് തിന്നിട്ടില്ല. അൽഫാം, കുഴിമന്തിന്റെ ഖുർആനിലെ സൂറത്തിന്റെ പേര് പോലെ ചിക്കന്റെ പേര് അൽഫാം എന്നൊക്കെ പറയുന്നത് സൂറത്തിന്റെ അമ്മായി കുറേ പേരിലാണ് നമ്മൾ ഒരു സാധനം തിന്നണത്. എന്തായാലും നമ്മുടെ പ്രാവ് നോണൊന്നും കഴിച്ചിട്ടില്ല. പൂച്ച എന്ത് ചെയ്തെന്നറിയോ? പോയിട്ട് കുറച്ച് ഇലയിൽ കുറെ പുഴുക്കളെ പിടിച്ചു കൊണ്ടുവന്നു. ആ പുഴുക്കളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രാവിനിട്ട് കൊടുത്തു. പ്രാവ് കൊത്തി തിന്നു. നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. പിന്നെയും തിന്നു. കൊച്ചിയോട് വെച്ചിട്ട് ചോദിച്ചു, ഓ ഇനിയും തരും, ഇനിയും തരും. അങ്ങനെ 4 കിട്ടി. ഫ്രീ ആയി കിട്ടിയപ്പോൾ നിങ്ങളൊക്കെ ജിയോ സിം എടുത്ത മാതിരി അല്ലേ? ഫ്രീ ആണ് ജിയോ സിം എടുത്തില്ലേ? അതെ. അതേപോലെ പ്രാവ് ധാരാളം വാങ്ങി തിന്നു. ഒരു 5-6 കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രാവ് പൂച്ച പറഞ്ഞു ഇനി തരില്ല. ഇനി ഒരു കണ്ടീഷൻ, ഇനി തരണമെങ്കിൽ നിന്റെ ചിറക് വലിച്ചു തരണം, നിന്റെ തൂവല് പഠിച്ചു തരണം. അങ്ങനെ നമ്മുടെ പ്രാവ് തിന്നാനുള്ള കൊതിമൂത്ത് തൂവലുകൾ പറിച്ച് കൊടുത്തു. വാങ്ങി തിന്നു. വയറൊക്കെ നടന്നു നോക്കിയപ്പോഴുണ്ട് പ്രാവിന് ഒരൊറ്റ തൂവലില്ല. പണ്ട് കോഴിനെ കോഴിയൊക്കെ പറിച്ചിട്ട് നമ്മൾ വെക്കില്ലേ, അതേമാതിരി പ്രാവ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ പൂച്ച പിടിക്കാൻ വന്നാലോ പോയി, രക്ഷയില്ല. ഇപ്പൊ പൂച്ച പിടിക്കാൻ വന്നാൽ ഒരു രക്ഷയില്ല. ആ പ്രാവിനെ പൂച്ച പിടിക്കുന്ന രംഗം ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ സങ്കല്പത്തിൽ കാണാം. ഒരു മിനിറ്റ് എങ്ങനെയായിരിക്കും ആ പ്രാവിനെ പൂച്ച പിടിച്ചിട്ടുണ്ടാവുക? ആ പൂച്ച ഓടി വരുന്നു, പ്രാവിന് പറക്കാൻ കഴിയുന്നില്ല, കടിച്ച് കൊതറി അവിടെയൊക്കെ നിലവിളിച്ച് ബഹളം വെച്ച് കരഞ്ഞ് ശബ്ദമുണ്ടാക്കി അവിടെ 1-നും 2-നും ഒക്കെ പോയി വൃത്തികേടാക്കി. ഒരു നാണംകെട്ട മരണം, ഒരു മാനംകെട്ട മരണം, ഒരു ദയനീയമായ മരണം. ഓ സുബ്ഹാനല്ലാഹ്, ഒരു ദാരുണമായ മരണം, ഒരു എന്താ പറയുക, നിന്ദ്യമായ മരണം അല്ലേ? ആ പ്രാവിന്റെ മരണം, ആ പ്രാവാരാണ്? ഞാനും നിങ്ങളോ? ആ പ്രാവിന്റെ തൂവൽ എന്താണെന്നറിയാം? എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തന്ന ഒരുപാട് വിഭവങ്ങളാണ്, കഴിവുകളാണ്. നല്ല കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വർത്തമാനം പറയാൻ, പ്രസംഗിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, പാടാൻ, ആടാൻ, ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ, ബോധ്യപ്പെടുത്താൻ, അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഇന്ന് വലിയ കച്ചവടക്കാരായി, വലിയ ഉദ്യോഗസ്ഥരായി, വലിയ ആളുകളായി, വലിയ സമ്പന്നരായി നിങ്ങൾ ഈ ദുനിയാവിൽ ആർജിക്കാനുള്ളതൊക്കെ അല്ലാഹു തന്ന കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആർജിച്ചതാണ്. എന്തൊക്കെ ഇവിടെ നേടണോ അതൊക്കെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു തന്ന കഴിവുകളെ പറിച്ച് കൊടുത്ത് ദുനിയാവിന് വേണ്ടി എല്ലാം നേടി. ഇപ്പൊ വലിയ വീട്ടിന്റെ ഉടമ നിങ്ങളാണ്, വലിയ കാറിന്റെ ഉടമ നിങ്ങളാണ്, വലിയ നാട്ടിന്റെ ഉടമ നിങ്ങളാണ്, വലിയ കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിച്ച ആളുകളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇനി നേടാനായിട്ടൊന്നുമില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. ആകാശമാണ് അതിര്. ഞങ്ങൾക്ക് ഇനി അതിരില്ലാതെ ഞങ്ങൾ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മുകളിൽ ഞങ്ങളെത്തി. ഈ സമയത്ത് ദുനിയാവിന് വേണ്ടി എല്ലാം പറിച്ചു കൊടുത്ത് അസ്രായേൽ എന്ന് പറയുന്ന മലക്കൽ പോകുന്നു. ആ പൂച്ച നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പൂച്ച മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവിൽ നൽകിയ സകല കഴിവുകളും ദുനിയാവിന് വേണ്ടി മാത്രം പറിച്ചു കൊടുത്തിട്ട് നഗ്നനായി നിൽക്കുകയാണ്. ഒന്നും കഴിയില്ലാത്തവനായി, നിസ്സഹായനായി നിൽക്കുകയാണ്. ആ മലക്ക് വന്ന് വിളിച്ചോണ്ട് പോകാൻ വരുന്ന സമയത്ത് പരലോകത്തിന് വേണ്ടി ഒന്നും നേടിയിട്ടില്ലാത്ത ഒരുത്തന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയാം? ഇടത്ത് ഭാഗത്ത് വന്ന് അടിക്കുമ്പോൾ വലത്തോട്ട് പോകും, വലത്ത് ഭാഗത്ത് വന്ന് അടിക്കുമ്പോൾ ഇടത്തോട്ട് പോകും. അങ്ങനെ ഒരു കുറ്റവാളിയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ വല്ലാത്ത ഒരു നിന്ദ്യമായ അന്ത്യം നമ്മളെ കാത്തിരിക്കും. അല്ല, നാളെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലഭ്യമായ വിഭവങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നാളെ പരലോകത്തെ ലക്ഷ്യമാക്കി നമ്മളൊന്ന് ഊരി കൊടുത്തിരുന്നെങ്കിൽ, നമ്മൾ അഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ, നമ്മൾ അതിലേക്ക് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, അല്ലയോ അനുഗ്രഹീതമായ ആത്മാവേ വരുമെന്ന് പറയുമ്പോൾ ഒരു പൂജയിൽ നിന്ന്
ദുനിയാവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി വില തൂക്കി നമുക്ക് അവശേഷിപ്പിക്കേണ്ടതുണ്ട്. അതിന് മാത്രം അള്ളാഹു കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്ന കഴിവുകളെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അതാണ് നമുക്ക് അതാണ് നിരന്തരമായത് മെച്ചപ്പെട്ടത്. അതല്ലാത്തതൊന്നുമില്ല. ഒരു മുയലിനെ നായ പിടിക്കാൻ വന്ന കഥയിൽ മുയൽ ഓടി, നായ പിന്നാലെ ഓടി. എപ്പിസോഡ് നീളുകയാണ്, കിട്ടിയില്ല. നായ ലഭ്യനായി തിരിച്ചു വരുന്നു. ഇത് കണ്ടു നിന്ന ചെന്നായ ചോദിച്ചു, ഇത്ര മസിൽ പവറൊക്കെ വെച്ചിട്ട് ഒരു പാവം മുയലിനെ തന്നെ കൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. എടാ, അയാളും ഓടി, ഞാനും ഓടി. എവരി ഡോഗ് ഹാസ് എ ഡേ എന്നാണല്ലോ അല്ലേ? എല്ലാ നായയുടെ മക്കൾക്കും ഒരു ദിവസം എന്നാണ് പറയാം പച്ചമലയാളം. എല്ലാ നായകൾക്കും ഒരു ദിവസമുണ്ട്. ആ അർത്ഥത്തിൽ ഇത് ആ നായയുടെ ദിവസമൊന്നിലേക്ക് നായ പറഞ്ഞൊരു മറുപടി. അവനും ഓടി, ഞാനും ഓടി. പക്ഷെ അവൻ ഓടിയുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? Once it is lost, never that can be taken back. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവന് വേണ്ടിയാണ് അവൻ ഓടിയത്. ഞാൻ ഓടിയത് എൻ്റെ ഒരു ചാൻ വയറിന് വേണ്ടിയാണ്. എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിലും വേറൊന്ന് കിട്ടി എൻ്റെ വയറ് നിർത്താം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഹിമ്മത്തുഹും ബുത്തൂനുഹും, ഹിമ്മത്തുഹും ബുത്തൂനുഹും. നിങ്ങളുടെ വയറ് ലക്ഷ്യമാവും. വയറ് ലക്ഷ്യമായവൻ ഓടുന്നവന് അവന് വലിയ വേഗതയുണ്ടായില്ല. നിരന്തരമായത് മെച്ചപ്പെട്ടതായ പരലോകത്തിന് വേണ്ടി ഓടുന്നവരുണ്ടല്ലോ, അവന്റെ മുന്നിൽ ആരും തോറ്റുപോകും. അവനെ ആരും പേടിക്കും, ആരും പേടിക്കും. അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, സർ, ലക്ഷക്കണക്കിന് ആളുകളെ തലയിൽ ബോംബ് വർഷിച്ച് കോടിക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചപ്പോൾ താങ്കൾക്ക് എങ്ങനെയുണ്ട്? അപ്പൊ പറഞ്ഞു, ഇന്നലെയാ ഞാനൊന്ന് ഉറങ്ങിയത്. ഉറക്കം കിട്ടുന്നില്ല, എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയുന്നത്. എന്റെ ഉറക്കം കിടക്കുന്നത് കുറെ ആളുകളാണ്. അങ്ങനെ ഉറക്കം കെടുത്തി ഈ സാമ്രാജ്യ ശക്തികളുടെ ഉറക്കം കെടുത്തി ശരീരം മുഴുവൻ തളർന്ന് തല മാത്രം അവശേഷിക്കുന്ന ഒരു മനുഷ്യൻ, ഷെയ്ഖ് അഹമ്മദ് യാസിൻ. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോവുക പള്ളിയിലേക്ക്. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക. ആ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിലും കൂടെ മിസൈൽ വർഷിപ്പിച്ച് തലമാത്രം ബാക്കിയുള്ള ഒരാളെ കൂടെ ഇല്ലാതാക്കിയപ്പോഴാണ് ഈ സാമ്രാജ്യത്തെ ശക്തിക്ക് ഉറക്കം കിട്ടിയത്. അവരുടെ ഉറക്കം കെടുത്തുന്നത് പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ഓടുന്ന ആളുകളാണ്. ഞാനും നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്, നമ്മുടെ ലക്ഷ്യം ഇതാണോ അല്ല ആ പരലോകമാണോ? പരലോകം ലക്ഷ്യം വെച്ചാണോ ഓടുന്നതെങ്കിൽ ഇവിടുത്തെ സകല ശക്തികളുടെയും ഫാസിസ്റ്റുകളുടെയും ഇതുപോലുള്ള സാമ്രാജ്യ ശക്തികളുടെയും ഉറക്കം കെടുത്താൻ പര്യാപ്തമാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ആയിരിക്കേണ്ടത് ഇത് ഈ ദുനിയാവല്ല, ഈ ലോകമല്ല, ഈ ദുനിയാവിന് വേണ്ടിയുള്ള ജീവിതമല്ല, അതിനപ്പുറത്ത് മറ്റൊന്നാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറയാനുള്ളത്, നമുക്ക് ഈ ദുനിയാവിൽ, ഞാൻ നേരത്തെ ഭിക്ഷക്കാരുടെ കഥ പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ്, നമുക്ക് കിട്ടിയത് ഒന്നും പോരാ. ലഭ്യമായത് എനിക്ക് അള്ളാഹു ഇങ്ങനെ തന്നു എന്നതില്ല. ആ തന്നത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്തും നമ്മൾ വേണ്ടത്ര സൂക്ഷ്മതയില്ല. വേറൊരു ഉദാഹരണത്തിൽ കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട ഒരു താത്ത, ആ അമ്മച്ചി നമ്മുടെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, എൻ്റെ മോൾക്ക് കല്യാണമാണ്, നിങ്ങളെ കാര്യം ചെയ്യണം, സഹായിക്കണം, വലിയ പ്രയാസത്തിലാണ്, കാര്യമായിട്ട് സഹായിക്കണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെ ആയിട്ടുണ്ട്, ആഭരണമൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ആ മണ്ഡപമൊക്കെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എത്ര ആൾ കഴിയുമ്പോൾ ഈ കല്യാണത്തിന് ചോദിച്ചു? ഒരു 500 ആളുണ്ടാവും. 500 ആളുകൾ ഭക്ഷണത്തിന് എത്ര രൂപയാവുന്നില്ല, ഒരു 25,000 രൂപയാവും നടത്താം. അത് ഞാൻ തന്നെ കേട്ടോ. നിങ്ങൾ പറഞ്ഞു ആ 25,000 രൂപ നിങ്ങൾ തരാനില്ല. അങ്ങനെ ആ താത്ത സന്തോഷത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങിപ്പോയി. പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തായാലും കല്യാണത്തിന് വരിക, കല്യാണത്തിന് വരാൻ
നിന്ന് വീഡിയോ എടുക്കുന്നു, വേറൊരു ഭാഗത്ത് വീഡിയോ എടുക്കുന്നു, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഓടി വരുന്നു. അങ്ങനെ നിങ്ങൾ കല്യാണ വീട്ടിലേക്ക് കയറി ആ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റേജിലുള്ള ഡെക്കറേഷനില്ലേ, അങ്ങനെ കല്യാണത്തിന് സ്റ്റേജ് ഡെക്കറേഷൻ, ആ ഡെക്കറേഷൻ മാത്രം ഒരു 50,000 രൂപ. പെൺകുട്ടിയുടെ ഡ്രസ്സ് അങ്ങനെ ഒക്കെ കൂടെ കാണുമ്പോൾ നിങ്ങളെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഇപ്പൊ 25,000 രൂപ ഭക്ഷണത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എന്താ നിങ്ങൾക്ക് ഈ ഫീലിംഗ്, ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണ് പറയുക? അറിയോ പ്ലീസ്, എന്താ പറയുക? കൊടുക്കേണ്ടിയിരുന്നില്ലാന്നായില്ലേ? ആണോ അല്ലേ? വെറുതെ ചോദിച്ചു. ഓ പഠിച്ചോനെ കുട്ടിയല്ലേ ഞാൻ. ഇങ്ങനത്തെ ഒരു സംഗതിക്ക് എത്രയോ പാവപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, അതിന് കൊടുക്കായിരുന്നു, ഇതിന് കൊടുത്തു പോയല്ലോ തോന്നിയില്ലേ? തരുന്നവൻ ഒരു സാധനം തരുമ്പോൾ അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അയാൾക്കൊരു ചെയ്യുന്നത്. നിങ്ങൾ 25,000 രൂപ കൊടുക്കുമ്പോൾ ആ 25,000 രൂപ എന്തിനു ഉപയോഗിക്കണം നിങ്ങൾക്കൊരു നെയ്യത്തുണ്ട്. പക്ഷെ ആ 25,000 ഉപയോഗിച്ചെന്തിനാണെന്നറിയോ? അടിച്ചു പൊളിക്കാൻ. നിങ്ങൾക്ക് വല്ലാത്ത ദുഃഖം തോന്നും. ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ചിലരൊക്കെ എനിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, സൗന്ദര്യം തന്നിട്ടുണ്ട്, പേഴ്സണാലിറ്റി തന്നിട്ടുണ്ട്, വ്യക്തിത്വം തന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ഹ്യൂമൻ റിസോഴ്സസ്, കുറേ മനുഷ്യ വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ തന്നതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അറിയില്ല. അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? പരലോകം എന്നാണ് അല്ലേ? പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കാനല്ലേ? ആ വാക്സാമർത്ഥ്യം ഉപയോഗിച്ചിട്ട് പലതും നേടും, ആ ബുദ്ധിസാമർത്ഥ്യം ഉപയോഗിച്ച് പലതും നേടും, ആ കഴിവ് ഉപയോഗിച്ചിട്ട് പലതും കരസ്ഥമാക്കി. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് ഉപയോഗിച്ചിട്ടില്ല. നല്ലൊരു കച്ചവടക്കാരനാണ് നിങ്ങൾ. ഇവിടെ കച്ചവടക്കാരൊക്കെ ഡൈറ്റിൽ ഒക്കെ ഗൾഫുകാരല്ലേ? ഒരു കച്ചവടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കടയിൽ വരുന്ന പാർട്ടിയോട് തൻ്റെ കടയിലുള്ള സാധനം അയാളെ പറഞ്ഞ് കൺവിൻസിൽ എടുക്കുകയാണ്. ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തി എടുപ്പിക്കുകയാണ്. ഇതാണ് ദൈവത്ത് തന്നെ. ഒരു മുസ്ലിം അല്ലാത്ത സഹോദരൻ അദ്ദേഹത്തിന് എൻ്റെ ദർശനത്തെ, എൻ്റെ ദീനിനെ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയാളോട് എടുപ്പിച്ചത് എന്താണ്? കച്ചവടം. എത്രയോ കച്ചവടക്കാർക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ സാധനം വെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാന്റെ ദീനിനെ കൊടുത്തുകൊണ്ട് അവർക്ക് ഹിദായത്ത് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? അപ്പോ അള്ളാഹു ഈ കഴിവ് എന്തിനു തന്നതാ? ഈ കഴിവ് എന്തിനു തന്നതാ? ഈ ദുനിയാവിൽ കച്ചവടം ചെയ്യാൻ മാത്രം, ഇവിടെ കാശുണ്ടാക്കാൻ മാത്രം, ഗൾഫിലൊക്കെ പോയിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കി ഇതൊന്നും ഉണ്ടാക്കേണ്ടതല്ല. ഈ കഴിവുകൾ അതൊക്കെ ഉണ്ടാക്കുന്നതോടൊപ്പം കുറച്ച് അതല്ലാത്ത സംഗതികൾക്കും അള്ളാഹു ഉദ്ദേശിച്ച സംഗതികൾക്കും കൂടെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അതേ നിരാശ അള്ളാഹു തോന്നും. നിങ്ങൾ 25,000 രൂപ കൊടുത്തിട്ട് വളരെ മോശമായിട്ട് അയാൾ ഉപയോഗിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന കഴിവ് നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചു. മറിച്ച് നാളെ പരലോകത്തിന് വേണ്ടി, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല എന്നുള്ളതിന് തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. വിംബിൾഡൺ ഇപ്പൊ ലോകകപ്പിന്റെ സമയമാണ്, വേൾഡ് കപ്പിന്റെ ഇന്നല്ലേ ഫൈനൽ. പൂച്ചയുടെ പ്രാവിനീകരണം. ഒരു പൂച്ചയ്ക്ക് പ്രാവിനെ പിടിക്കാൻ പോകുമ്പോൾ പ്രാവ് പറഞ്ഞു പ്രാവിനെ കിട്ടില്ല. പൂച്ച എല്ലാ ശ്രമവും നടത്തി കിട്ടുന്നില്ല. തിരിക്കും അവിടെ കിട്ടുന്നേയില്ല. അവസാനം പൂച്ച പ്രാവിന്റെ വീക്ക്നെസ്സുകൾ പഠിച്ചു നോക്കിയപ്പോ പ്രാവ് ഈ പയറ്, പരിപ്പ്, നെല്ല്, ഗോതമ്പ് ഇതൊക്കെയാണ് തിന്നുള്ളൂ. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഒന്നും നമ്മുടെ പ്രാവ് തിന്നിട്ടില്ല. അൽഫാം, കുഴിമന്തി, ഖുർആനിലെ സൂറത്തിന്റെ പേര് പോലെ ചിക്കന്റെ പേര് അൽഫാം എന്നൊക്കെ പറയുന്നത് സൂറത്തിന്റെ അമ്മായി കുറേ പേരിലാണ് നമ്മൾ ഒരു സാധനം തിന്നുന്നത്. എന്തായാലും നമ്മുടെ പ്രാവ് നോണൊന്നും കഴിച്ചിട്ടില്ല. പൂച്ച എന്ത് ചെയ്യുന്നറിയോ? പോയിട്ട് കുറച്ച് ഇലയിൽ കുറെ പുഴുക്കളെ പിടിച്ചു കൊണ്ടുവന്നു. ആ പുഴുക്കളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രാവിനിട്ട് കൊടുത്തു. പ്രാവ് കൊത്തി തിന്നു. നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. പിന്നെയും തിന്നു. പൂച്ചയോട് വെച്ച് തിന്നു വെച്ചു. ഓ ഇനിയും തിന്നു, ഇനിയും തിന്നു. അങ്ങനെ 4-5 കിട്ടി.
ഫ്രീ ആയി കിട്ടിയപ്പോൾ നിങ്ങളൊക്കെ ജിയോ സിം എടുത്ത മാതിരി അല്ലേ? ഫ്രീ ആണ് പറഞ്ഞപ്പോൾ ജിയോ സിം എടുത്തില്ലേ? അതെ. അതേപോലെ പ്രാവ് ധാരാളം വാങ്ങി തന്നു. ഒരു 5-6 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രാവ് പൂച്ച പറഞ്ഞു ഇനി തരില്ല, ഇനി ഒരു കണ്ടീഷൻ, ഇനി തരണമെങ്കിൽ നിന്റെ ചിറക് പഠിച്ചു തരണം, നിന്റെ കൂവൽ പഠിച്ചു തരണം. അങ്ങനെ നമ്മുടെ പ്രാവ് തിന്നാനുള്ള കൊതിമൂത്ത് തൂവലുകൾ പറിച്ച് 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 കൊടുത്തു. വാങ്ങി 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 തിന്നു. വയറ് വയറൊക്കെ നടന്നു നോക്കിയപ്പോഴുണ്ട് പ്രാവിന് ഒരൊറ്റ തൂവലില്ല. പണ്ട് കോഴിനെ കോഴിയൊക്കെ പറിച്ചിട്ട് നമ്മൾ വെക്കില്ലേ, അതേമാതിരി പ്രാവ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ പൂച്ച പിടിക്കാൻ വന്നാലോ പോയി, രക്ഷയില്ല. ഇപ്പൊ പൂച്ച പിടിക്കാൻ വന്നാൽ ഒരു രക്ഷയില്ല. ആ പ്രാവിനെ പൂച്ച പിടിക്കുന്ന രംഗം ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ സങ്കല്പത്തിൽ കാണാം. ഒരു മിനിറ്റ് എങ്ങനെയായിരിക്കും ആ പ്രാവിനെ പൂച്ച പിടിച്ചിട്ടുണ്ടാവുക? ആ പൂച്ച ഓടി വരുന്നു, പ്രാവിന് പറക്കാൻ കഴിയുന്നില്ല, കടിച്ച് കൊതറി അവിടെയൊക്കെ നിലവിളിച്ച് ബഹളം വെച്ച് കരഞ്ഞ് ശബ്ദമുണ്ടാക്കി അവിടെ ഒന്നിനും രണ്ടിനും ഒക്കെ പോയി വൃത്തികേടാക്കി. ഒരു നാണംകെട്ട മരണം, ഒരു മാനംകെട്ട മരണം, ഒരു ദയനീയമായ മരണം. ഓ സുബ്ഹാനല്ലാഹ്, ഒരു ദാരുണമായ മരണം, ഒരു എന്താ പറയുക നിന്ദ്യമായ മരണം അല്ലേ? ആ പ്രാവിന്റെ മരണം, ആ പ്രാവാരാണ് ഞാനും നിങ്ങളോ? ആ പ്രാവിന്റെ കൂവൽ എന്താണെന്നറിയാം? എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തന്ന ഒരുപാട് വിഭവങ്ങളാണ്, കഴിവുകളാണ്. നല്ല കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വർത്തമാനം പറയാൻ, പ്രസംഗിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, പാടാൻ, ആടാൻ, ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ, ബോധ്യപ്പെടുത്താൻ, അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഇവിടുത്തെ വലിയ കച്ചവടക്കാരായി, വലിയ ഉദ്യോഗസ്ഥരായി, വലിയ ആളുകളായി, വലിയ സമ്പന്നരായി നിങ്ങൾ ഈ ദുനിയാവിൽ ആർജിക്കാനുള്ളതൊക്കെ അള്ളാഹു തന്ന കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആർജിച്ചതാണ്. എന്തൊക്കെ ഇവിടെ നേടണോ അതൊക്കെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹു തന്ന കഴിവുകളെ മറിച്ച് 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 കൊടുത്ത് ദുനിയാവിന് വേണ്ടി എല്ലാം നേടി. ഇപ്പൊ വലിയ വീട്ടിന്റെ ഉടമ നിങ്ങളാണ്, വലിയ കാറിന്റെ ഉടമ നിങ്ങളാണ്, വലിയ നാട്ടിന്റെ ഉടമ നിങ്ങളാണ്, വലിയ കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിച്ച ആളുകളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇനി നേടാനായിട്ടൊന്നുമില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. ആകാശമാണ് അതിര്. ഞങ്ങൾക്ക് ഇനി അതിരില്ലാതെ ഞങ്ങൾ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മുകളിൽ നിങ്ങളെത്തി. ഈ സമയത്ത് ദുനിയാവിന് വേണ്ടി എല്ലാം പറിച്ചു കൊടുത്ത് അസ്രായേൽ എന്ന് പറയുന്ന മലക്കൽ പോക്ക് ആ പൂച്ച നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പൂച്ച മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ദുനിയാവിൽ നൽകിയ സകല കഴിവുകളും ദുനിയാവിന് വേണ്ടി മാത്രം പറിച്ചു കൊടുത്തിട്ട് നഗ്നനായി നിൽക്കുകയാണ്. ഒന്നും കയ്യിലില്ലാത്തവനായി നിസ്സഹായനായി നിൽക്കുകയാണ്. ആ മലക്ക് വന്ന് വിളിച്ചോണ്ട് പോകാൻ വരുന്ന സമയത്ത് പരലോകത്തിന് വേണ്ടി ഒന്നും നേടിയിട്ടില്ലാത്ത ഒരുത്തന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയാമോ? ഇടത്ത് ഭാഗത്ത് വന്ന് അടിക്കുമ്പോൾ വലത്തോട്ട് പോകും, വലത്ത് ഭാഗത്ത് വന്ന് അടിക്കുമ്പോൾ ഇടത്തോട്ട് പോകും. അങ്ങനെ ഒരു കുറ്റവാളിയെ പോലീസ് ചവിട്ടി കയറ്റി ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ വല്ലാത്ത ഒരു പുണ്യമായ അന്ത്യം നമ്മളെ കാത്തിരിക്കും. അല്ല, നാളെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലഭ്യമായ വിഭവങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നാളെ പരലോകത്തെ ലക്ഷ്യമാക്കി നമ്മളൊന്ന് ഊരി കൊടുത്തിരുന്നെങ്കിൽ, നമ്മൾ അഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ, നമ്മൾ അതിലേക്ക് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ അല്ലയോ അനുഗ്രഹീതമായ ആത്മാവെ ഒരുമിച്ച് പറയുമ്പോൾ ഒരു പൂജയിൽ നിന്ന് വെള്ളമിറങ്ങുന്ന ലാഘവത്തോടുകൂടി അള്ളാഹുവിന്റെ അടുത്തേക്ക് സന്തോഷത്തോടുകൂടി പട്ടിൽ പൊതിഞ്ഞ സുഗന്ധ ലേപനം ചെയ്ത മനോഹരമായ എല്ലാ മലക്കുകളും സലാം ചൊല്ലി ആദരവോടുകൂടി വിളിക്കുന്ന ഒരു മനോഹരമായ റൂഹിന്റെ പോക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നമ്മളിതൊക്കെ ആർക്ക് വേണ്ടി പറിച്ചു കൊടുത്തു? ആർക്ക് വേണ്ടിയാ കൊടുത്ത്? ഒക്കെ ദുനിയാവിന് വേണ്ടി. പരലോകത്തിന് വേണ്ടി വില തൂക്കി നമുക്ക് അവശേഷിപ്പിക്കേണ്ടതുണ്ട്. അതിന് മാത്രം അള്ളാഹു കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്ന കഴിവുകളെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, that is well and good. അതാണ് നമുക്ക് അതാണ് നിരന്തരമായത് മെച്ചപ്പെട്ടത്. അതല്ലാത്തതൊന്നുമില്ല. ഒരു മുയലിന്റെ നായ പിടിക്കാൻ വന്ന കഥയിൽ
ഓടി, നായ പിന്നാലെ ഓടി. എപ്പിസോഡ് നീളുകയാണ്, കിട്ടിയില്ല. നായ ലഭ്യനായി തിരിച്ചു വരുന്നു. ഇത് കണ്ടു നിന്ന ചെന്നായ ചോദിച്ചു, ഇത്ര മസിൽ പവറൊക്കെ വെച്ചിട്ട് ഒരു പാവം മുയലിന് തന്നെ കൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. എടാ, അയാളും ഓടി, ഞാനും ഓടി. എവരി ഡോഗ് ഹാസ് എ ഡേ എന്നാണല്ലോ അല്ലേ? എല്ലാ നായയുടെ മക്കൾക്കും ഒരു ദിവസം എന്നാ പറയാ പച്ചമലയാളം. എല്ലാ നായകൾക്കും ഒരു ദിവസം. ആ അർത്ഥത്തിൽ ഇത് ആ നായയുടെ ദിവസം വിചാരിക്കാം. നായ പറഞ്ഞൊരു മറുപടി. അവനും ഓടി, ഞാനും ഓടി. പക്ഷെ അവൻ ഓടിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? Once it is lost, never that can be taken back. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവന് വേണ്ടിയാണ് അവൻ ഓടിയത്. ഞാൻ ഓടിയത് എൻ്റെ ഒരു ചാൻ വയറിന് വേണ്ടിയാണ്. എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിലും വേറൊന്ന് കിട്ടി എൻ്റെ വയറ് നിർത്താം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹിമ്മത്തുഹും ബുത്തൂനുഹും, ഹിമ്മത്തുഹും ബുത്തൂനുഹും. നിങ്ങളുടെ വയറ് ലക്ഷ്യമാവും. വയറ് ലക്ഷ്യമായവൻ ഓടുന്നവന് അവന് വലിയ വേഗതയുണ്ടായില്ല. നിരന്തരമായത് മെച്ചപ്പെട്ടതായ പരലോകത്തിന് വേണ്ടി ഓടുന്നവരുണ്ടല്ലോ, അവന്റെ മുന്നിൽ ആരും തോറ്റുപോകും. അവനാരും പേടിക്കും, ആരും പേടിക്കും. അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, സർ, ലക്ഷക്കണക്കിന് ആളുകള് തലയിൽ ബോംബ് വർഷിച്ച് കോടിക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചപ്പോൾ താങ്കൾക്ക് എങ്ങനെയുണ്ട്? അപ്പൊ പറഞ്ഞു, ഇന്നലെയാ ഞാനൊന്ന് ഉറങ്ങിയത്. ഉറക്കം കിട്ടുന്നില്ല, എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയുന്നത്. എന്റെ ഉറക്കം കിടക്കുന്നത് കുറെ ആളുകളാണ്. അങ്ങനെ ഉറക്കം കെടുത്തി, ഈ സാമ്രാജ്യ ശക്തികളുടെ ഉറക്കം കെടുത്തി ശരീരം മുഴുവൻ തളർന്ന് തല മാത്രം അവശേഷിക്കുന്ന ഒരു മനുഷ്യൻ, ഷെയ്ഖ് അഹമ്മദ് യാസിൻ. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോവുക പള്ളിയിലേക്ക്. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക. ആ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിലും കൂടെ ഒരു മിസൈൽ വർഷിപ്പിച്ച് തലമാത്രം ബാക്കിയുള്ള ഒരാളെ കൂടെ ഇല്ലാതാക്കിയപ്പോഴാണ് ഈ സാമ്രാജ്യത്തെ ശക്തിക്ക് ഉറക്കം കിട്ടിയത്. അവരുടെ ഉറക്കം കെടുത്തുന്നത് പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ഓടുന്ന ആളുകളാണ്. ഞാനും നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്, നമ്മുടെ ലക്ഷ്യം ഇതാണോ അല്ല ആ പരലോകമാണോ? പരലോകം ലക്ഷ്യം വെച്ചാണോ ഓടുന്നതെങ്കിൽ ഇവിടുത്തെ സകല ശക്തികളുടെയും ഫാസിസ്റ്റുകളുടെയും ഇതുപോലുള്ള സാമ്രാജ്യ ശക്തികളുടെയും ഉറക്കം കെടുത്താൻ പര്യാപ്തമാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവല്ല, ഈ ലോകമല്ല, ഈ ദുനിയാവിന് വേണ്ടിയുള്ള ജീവിതമല്ല, അതിനപ്പുറത്ത് മറ്റൊന്നാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറയാനുള്ളത്, നമുക്ക് ഈ ദുനിയാവിൽ, ഞാൻ നേരത്തെ ഭിക്ഷക്കാരൻ്റെ കഥ പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ്, നമുക്ക് കിട്ടിയത് ഒന്നും പോരാ. ലഭ്യമായത് എനിക്ക് അള്ളാഹു ഇങ്ങനെ തന്നു എന്നുള്ളതില്ല. ആ തന്നത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്തും നമ്മൾ വേണ്ടത്ര സൂക്ഷ്മതയില്ല. വേറൊരു ഉദാഹരണത്തിൽ കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കല്യാണം കഴിക്കാൻ പറ്റുന്നു, ഒരു പാവപ്പെട്ട ഒരു താത്ത. ആ അമ്മച്ചി നമ്മുടെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, എൻ്റെ മോൾക്ക് കല്യാണമാണ്, നിങ്ങളെ കാര്യം ചെയ്യണം, സഹായിക്കണം, വലിയ പ്രയാസത്തിലാണ്, കാര്യമായിട്ടൊക്കെ സഹായിക്കണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ആയിട്ടുണ്ട്, ആഭരണമൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ആ മണ്ഡപമൊക്കെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എത്ര ആൾ കഴിയുമ്പോൾ ഈ കല്യാണത്തിന് ചോദിച്ചു? ഒരു 500 ആളുണ്ടാവും. 500 ആളുകൾ ഭക്ഷണത്തിന് എത്ര രൂപയാവും? ഒരു 25,000 രൂപയാവും താത്ത. അത് ഞാൻ തരാം. നിങ്ങൾ പറഞ്ഞു, ആ 25,000 രൂപ നിങ്ങൾ തരാമെന്ന്. അങ്ങനെ ആ താത്ത സന്തോഷത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങിപ്പോയി. പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തായാലും കല്യാണത്തിന് വരണം, കല്യാണത്തിന് വരാതിരിക്കരുത്, നിങ്ങൾ വന്നിട്ടേ പെൺകുട്ടിക്ക് ഇറങ്ങുള്ളൂ, നിങ്ങളാണ് കാര്യമായിട്ടുള്ള പ്രൈഡ് ഡോണർ ആയതുകൊണ്ട് നിങ്ങൾ വരണം. അങ്ങനെ നിങ്ങൾ പോയി. കല്യാണത്തിന് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു, വേറൊരു ഭാഗത്ത് വീഡിയോ എടുക്കുന്നു, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഓടി വരുന്നു. അങ്ങനെ നിങ്ങൾ കല്യാണ വീട്ടിലേക്ക് കയറി, ആ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റേജിലുള്ള ഡെക്കറേഷനില്ലേ
എന്താ നിങ്ങളുടെ ഫീലിംഗ്? ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണ് പറയുക? പറയോ പ്ലീസ്, എന്താ പറയുക? കൊടുക്കേണ്ടിയിരുന്നില്ല എന്നായില്ലേ? ആണോ അല്ലേ? വെറുതെ തൊഴിച്ചു. ഓ അടച്ചോനെ കുട്ടിയല്ലേ ഞാൻ. ഇങ്ങനത്തെ ഒരു സംഗതിക്ക് എത്രയോ പാവപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, അതിന് കൊടുക്കായിരുന്നു, ഇതിന് കൊടുത്തു പോയല്ലോ തോന്നിയില്ലേ? തരുന്നവൻ ഒരു സാധനം തരുമ്പോൾ അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അയാൾക്കൊരു നെയ്യുന്നുണ്ട്. നിങ്ങൾ 25,000 രൂപ കൊടുക്കുമ്പോൾ ആ 25,000 രൂപ എന്തൊരു ഉപയോഗിക്കണം നിങ്ങൾക്കൊരു നെയ്യുന്നുണ്ട്. പക്ഷെ ആ 25,000 ഉപയോഗിച്ചെന്തിനാണെന്നറിയോ? അടിച്ചു പൊളിക്കാൻ. നിങ്ങൾക്ക് വല്ലാത്ത ദുഃഖം തോന്നും. ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ചിലതൊക്കെ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, സൗന്ദര്യം തന്നിട്ടുണ്ട്, പേഴ്സണാലിറ്റി തന്നിട്ടുണ്ട്, വ്യക്തിത്വം തന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ഹ്യൂമൻ റിസോഴ്സസ്, കുറേ മനുഷ്യ വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ തന്നതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ. അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? പരലോകം എന്നാണ് അല്ലേ? പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കാനല്ലേ? ആ വാക്സാമർത്ഥ്യം ഉപയോഗിച്ചിട്ട് പലതും നേടും, ആ ബുദ്ധിസാമർത്ഥ്യം ഉപയോഗിച്ച് പലതും നേടും, ആ കഴിവ് ഉപയോഗിച്ചിട്ട് പലതും കരസ്ഥമാക്കി. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് ഉപയോഗിച്ചിട്ടില്ല. നല്ലൊരു കച്ചവടക്കാരനാണ് നിങ്ങൾ. ഇവിടെ കച്ചവടക്കാരനൊക്കെ ലൈഫിൽ ഒക്കെ ഗൾഫുകാരല്ലേ? ഒരു കച്ചവടക്കാരനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കടയിൽ വരുന്ന പാർട്ടിയോട് തൻ്റെ കടയിലുള്ള സാധനം അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ്. ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തി എടുപ്പിക്കുകയാണ്. ഇതാണ് ദൈവത്ത് തന്നെ. ഒരു മുസ്ലിം അല്ലാത്ത സഹോദരൻ അദ്ദേഹത്തിന് എൻ്റെ ദർശനത്തെ, എൻ്റെ ദീനിനെ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയാളോട് എടുപ്പിച്ചാൽ അതെന്താണ്? കച്ചവടം. എത്രയോ കച്ചവടക്കാർക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ സാധനം വെക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാന്റെ ദീനിനെ കൊടുത്തുകൊണ്ട് അവർക്ക് ഹിദായത്ത് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? അപ്പോ അള്ളാഹു ഈ കഴിവ് എന്തിനു തന്നതാ? ഈ കഴിവ് എന്തിനു തന്നതാ? ഈ ദുനിയാവിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇവിടെ കാശുണ്ടാക്കാൻ പാടില്ല. ഗൾഫിലൊക്കെ പോയിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കി ഇതൊന്നും ഉണ്ടാക്കണ്ടെന്നില്ല. ഈ കഴിവുകൾ അതൊക്കെ ഉണ്ടാക്കുന്നതോടൊപ്പം കുറച്ച് അതല്ലാത്ത സംഗതികൾക്കും അള്ളാഹു ഉദ്ദേശിച്ച സംഗതികൾക്കും കൂടെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അതേ നിരാശ അള്ളാഹു തോന്നും. നിങ്ങൾ 25,000 രൂപ കൊടുത്തിട്ട് വളരെ മോശമായിട്ട് അയാൾ ഉപയോഗിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന കഴിവ് നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചു. മറിച്ച് നാളെ പരലോകത്തിന് വേണ്ടി, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല എന്നുള്ളതിന് തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. വിംബിൾഡൺ ഇപ്പൊ ലോകകപ്പിന്റെ സമയമാണ് അല്ലേ? വേൾഡ് കപ്പിന്റെ ഇന്നല്ലേ ഫൈനൽ? ബ്രസീലും അർജന്റീനയൊക്കെ ഈ സമുദായത്തിന്റെ കാശ് കുറെ തന്നുണ്ട്. പൊട്ടന്മാരും അല്ലേ? പമ്പന വെട്ടിക്കുന്നതിനെന്ന് പറയാം. ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന കളിക്ക് വേണ്ടി കോടാനും കോടി ഉറുപ്പിക ചെലവാക്കി നാട്ടിൽ മുഴുവൻ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ കെട്ടിച്ചു. അവസാനം വേണ്ടത് നോക്കി അന്തം വിട്ട് അന്തം കെട്ടിയിരിക്കുന്ന ഒരു വല്ലാത്ത വിഡ്ഢികളുടെ ലോകം. ഞാൻ തമിഴിൽ പ്രസംഗിക്കല്ല, തമിഴ്നാട്ടിൽ എപ്പോഴും പ്രസംഗിക്കാൻ പോകുന്നതാണ്. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഈ വേൾഡ് കപ്പിന്റെ അറിയില്ല, അവിടെ എന്തെങ്കിലും സാധനം നടക്കണമെന്ന് അറിയില്ല. ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചയോളം തമിഴ്നാട്ടിൽ സംഭവം അറിയില്ല. നമ്മുടെ നാട്ടില് ആയിരക്കണക്കിന് കോടി രൂപയുടെ മുതലാണ് പരിസ്ഥിതിയെ നശിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ ഇരിക്കട്ടെ, എന്നാലും നമ്മൾ പറഞ്ഞിട്ട് നേരാകാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു അറിവും ബോധവും ഉണ്ടാകുമ്പോൾ ചില തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതൊക്കെ ബോധ്യപ്പെടും. അതവിടെ ഇരിക്കട്ടെ. വിംബിൾഡൺ ചാമ്പ്യൻ, വിംബിൾഡൺ അറിയാമോ? അത് എന്തിനു കൊടുക്കുന്ന? ഫുട്ബോളിനോ ക്രിക്കറ്റിനോ? ടെന്നീസ്. ലോകത്തെ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പാണ് വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ വിംബിൾഡൺ ചാമ്പ്യൻ കിട്ടിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ആർതർ ആഷ്, ദ ഫസ്റ്റ് അമേരിക്കൻ. അയാളൊരു ആഫ്രോ അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന് വിംബിൾഡൺ ചാമ്പ്യൻ കിട്ടി. ആദ്യമായിട്ട് ഒരാൾക്ക് ചാമ്പ്യൻ കിട്ടിയ അയാൾക്ക് എന്തുമാത്രം വലിയ സ്വീകാര്യത ഉണ്ടാവും ആലോചിക്കുക. ഭയങ്കര സ്വീകാര്യതയാണ് അയാൾക്ക് ലോകം മുഴുവൻ കിട്ടിയത്.
അങ്ങനെ അദ്ദേഹം പ്രശസ്തിയുടെ നെറുകിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ പത്രക്കാരൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ കഴിവല്ല, അത് ഈശ്വരൻ്റെ ഔദാര്യമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പ്രശസ്തിയുടെ നെറുകിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ഒരു ബൈപ്പാസ് സർജറി, ഒരുപാട് ആളുകളുടെ ബ്ലഡ് വേണ്ടി വന്നു. ആ ബ്ലഡുകളൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ ഒരു എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് കൂടെ. അങ്ങനെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച ആ മനുഷ്യൻ ഇന്നൊരു എയ്ഡ്സ് രോഗിയായി മാറി. ആര്? നമ്മുടെ ആർത്തരാഷ്. അങ്ങനെ ആർത്തരാഷ് എയ്ഡ്സ് രോഗിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത നിരാശയുണ്ടായി. ഞാൻ എന്തിനാണ് ഈ നേടിയത്? താൻ നേടിയ ആ കോടികൾ മുഴുവൻ എയ്ഡ്സ് രോഗത്തിനും അതിൻ്റെ ചികിത്സക്കും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ വീണ്ടും അദ്ദേഹം പത്രകോളങ്ങളിൽ നിറഞ്ഞു. അങ്ങനെ ഒരു പത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അദ്ദേഹത്തോട്, ആർത്തരാഷ്, താങ്കൾക്ക് ഈ അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോൾ ഈശ്വരന്റെ വലിയ അനുഗ്രഹമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ജീവിതത്തിലെ വലിയൊരു തിരിച്ചടി താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു, അതിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന് ആർത്തരാഷ് പറഞ്ഞ ഒരു മറുപടിയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. ആർത്തരാഷ് പറഞ്ഞ ആ മറുപടിയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കാം. എന്താണ് മറുപടി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, സർ, ഇവിടെ ശ്രദ്ധിക്കുക, 5 കോടി കുട്ടികൾ കളിക്കാൻ തുടങ്ങി. 5 കോടി കുട്ടികൾ ടെന്നീസ് കളിക്കുന്നു. അതിൽ 50 ലക്ഷം കുട്ടികൾ കളി തുടരുന്നു. അതിൽ 5 ലക്ഷം കുട്ടികൾ ട്രെയിൻഡ് ആവുന്നു. അതിലൊരു 50,000 കുട്ടികൾ കളിയുടെ മർമ്മങ്ങൾ തിരിച്ചറിയുന്നു. അവസാനം 50 കുട്ടികളാണ് വിംബിൾഡന്റെ ഇതിലേക്ക് വരുന്നത്, വേദിയിലേക്ക് വരുന്നത്. ആ 50 കുട്ടികളിൽ 46 കുട്ടികളും മാറ്റപ്പെടുന്നു. 4 കുട്ടികൾ മാത്രമാണ് സെമി ഫൈനലിലേക്ക് വരുന്നത്. അതിൽ 2 കുട്ടികളാണ് പിന്നെ രക്ഷപ്പെടുന്നത്. അതിൽ 2 ആളാണ് ഫൈനലിൽ വരുന്നത്. അതിൽ ഒരാൾക്ക് മാത്രമാണ് വിംബിൾഡൺ കിട്ടുക, മറ്റേയാൾ പരാജയപ്പെടുന്നു. ആ ഒരാളാണ് ഞാൻ. ആ ഒരാളാണ് ഞാൻ. 5 കോടി കുട്ടികൾ കളിക്കാൻ തുടങ്ങിയിട്ട് അതിലൊരാൾക്ക് മാത്രമാണ് ലോകം മുഴുവൻ കൊതിച്ച വിംബിൾഡൺ എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പും സ്വർണ്ണ പതക്കവും കിട്ടിയത്. യഥാർത്ഥത്തിൽ ആ ഒരാളാണ് ഞാൻ. ഞാൻ എൻ്റെ പടച്ചവനോട് ചോദിച്ചിട്ടില്ല, ആ 5 കോടി കുട്ടികൾക്കില്ലാത്ത ബുദ്ധിയോ കഴിവോ എണ്ണിയോ തന്റെടമോ മജ്ജയോ മസ്തിഷ്കമോ ഒന്നും എനിക്ക് പടച്ചവൻ വേറെ തന്നിട്ടില്ല. എന്റെ കർത്താവ് എനിക്ക് വേറെ തന്നിട്ടില്ല. അവർക്കൊക്കെ ഉള്ളതേ എനിക്ക് തന്നിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു? പിന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടി എന്ന് ഞാൻ എന്റെ പടച്ചവനോട് ചോദിച്ചിട്ടില്ല. എനിക്കൊരു അനുഗ്രഹം കിട്ടിയപ്പോൾ ഈ ലോകത്തിൽ 5 കോടി മനുഷ്യന്മാർ ആഗ്രഹിച്ച ഒരു വലിയ ഒരു പ്രൈസ് എന്റെ തലയിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ, എന്റെ കൈകളിൽ പടച്ചതമ്പുരാൻ കൊണ്ടുവന്ന് തന്നപ്പോൾ എന്റെ കർത്താവിനോട്, എന്റെ റഹ്മാനോട്, എന്റെ ഈശ്വരനോട്, എന്റെ പടച്ചവനോട് ഞാൻ എന്തുകൊണ്ട് എനിക്ക് തന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ബാലോകരായ മനുഷ്യരൊക്കെ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ രോഗം തന്നു? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ദുരന്തം തന്നു? അല്ലാഹു തന്നാണ് വിശ്വാസമില്ലാത്ത ആർത്തരാഷ് എന്ന ഈമാൻകാരില്ലാത്ത ആർത്തരാഷ് പറഞ്ഞു, എന്തുകൊണ്ട് അള്ളാഹു എനിക്കത് മാത്രം തന്നു എന്ന് എന്റെ കർത്താവിനോട് ഞാൻ ചോദിക്കില്ല. കാരണം എനിക്ക് അനുഗ്രഹം തന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, അള്ളാഹു ഒരുപാട് അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു, ഒരുപാട് നിഅമത്തുകൾ തന്നിരിക്കുന്നു. ആ നിഅമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തെ മെച്ചം കൊയ്യണം, പരലോകത്തെ നേട്ടം കൊയ്യണം. അതിന് ആ നൽകപ്പെട്ട നിഅമത്തുകളെ കുറിച്ച് ശക്തമായ അവബോധം നമുക്കുണ്ടാകണം. അത് റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ പറിച്ചു കൊടുത്തുകൊണ്ട്, ആ പ്രാവ് പറിച്ചു കൊടുത്തതുപോലെ പരലോകത്തിന് വേണ്ടി കഴിവുകളെ പറിച്ചെടുത്തുകൊണ്ട് നാളെ പരലോകത്തേക്ക് അല്ലയോ സംതൃപ്തി അടഞ്ഞ ആത്മാവെ വരുവില്ലെന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പഠിച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും ആ മാർഗത്തിൽ തന്നെ മരിക്കാനും റഹ്മാനായ റബ്ബ് നമ്മെ തുണയ്ക്കുമാറാകട്ടെ. ഈ സംവിധാനങ്ങളും ഈ ചുറ്റുപാടുകളുമൊക്കെ ഉണ്ടാക്കിയ ഇതിന്റെ മുന്നിൽ നടന്ന നമ്മുടെ മഹത്തുക്കളായ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻമറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇപ്പോൾ നമ്മളെ വഴിനടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വരുന്ന സന്താനങ്ങളെ ഇസ്ലാമിന്റെ മൂശയിൽ വളർത്തും എടുക്കുവാൻ പഠിച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. ربنا اغفر وارحم وأنت خير الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.